ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതി മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ കൃഷ്ണ വിലാസിനി മാതാജി, ഹരേ കൃഷ്ണ ഭാരതി മാതാജി, ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മളുടെ സത്സംഗത്തില് നമ്മള് ഇന്ന് ഭഗവത്ഗീത തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. ഭഗവത്ഗീത ആദ്യത്തെ ശ്ലോകം മുതൽ നമ്മൾ പഠിച്ച് തുടങ്ങുകയാണ്. കാരണം നമ്മൾ ഏകദേശം 2 വർഷമായിട്ട് ഭക്തിവിഷ ക്ലാസ് 64 ആഴ്ച നമ്മൾ ഏകദേശം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കി. അതിനുശേഷം ഭഗവത്ഗീതയുടെ ഒരു ഇനാഗുറേഷൻ ഔപചാരികമായിട്ട് ഓൺലൈൻ സത്സംഗത്തിൽ നാട്ടിൽ വെച്ച് നടന്നു നമ്മുടെ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക്. അതിനുശേഷം മാലിനി മാതാജി 3 ആഴ്ചകളിലായിട്ട് 3 പാർട്ടുകളായിട്ട് ഭഗവത്ഗീതയുടെ ഓവർവ്യൂ, അതായത് ഇൻട്രഡക്ഷൻ എടുത്തു. അപ്പം എല്ലാം നിങ്ങൾക്ക് ഭഗവത്ഗീതയെ പറ്റി എല്ലാം മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഭഗവത്ഗീത ആദ്യത്തെ ശ്ലോകം തൊട്ട് തുടങ്ങാനായിട്ട് പോവാണ്. അപ്പൊ അതിനു മുൻപേ ആയിട്ട് എനിക്ക് പറയാനുള്ള, ഞാൻ ഈ ഭഗവത്ഗീത എടുക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. കാര്യം ഭഗവത്ഗീത എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല. കാര്യം നമ്മൾ ഇപ്പോഴും അർജുനൻ ആദ്യത്തെ 1-2 അധ്യായങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ പ്രതിസന്ധികളിലെ അതിലും ഉപരിയായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുമെന്നുള്ള എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നടക്കും. കാരണം നിങ്ങളുടെയൊക്കെ ആ ഒരു സപ്പോർട്ടാണ് അതിനുള്ള ഒരു പ്രചോദനം. ഞാൻ ആളെയൊക്കെ നോക്കിയതാണ് ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് എടുപ്പിക്കാമെന്നൊക്കെ. പക്ഷെ അത് ചിലരൊക്കെ പറഞ്ഞു ഞാൻ തന്നെ എടുക്കാനായിട്ട്. നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മളത് പഠിക്കുമല്ലോ. പിന്നെ ഭക്തിവിഷ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തതുമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എന്താ പറഞ്ഞ ഇത് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. കാര്യം അതൊരു ഭഗവത്ഗീത ഒരു 45 മിനിറ്റ് കൊണ്ട് ഏകദേശം എടുത്തു തീർത്തതാണ് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ചിട്ട്. പക്ഷെ ആ ഒരു ഭഗവത്ഗീത നമ്മൾ 45 വർഷം 450 വർഷം എടുത്താലും ജന്മജന്മാന്തരങ്ങൾ എടുത്താലും നമ്മൾ പഠിച്ചു തീരുന്നില്ല ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എന്തായാലും നമുക്ക് ഭഗവത്ഗീതയെ പറ്റി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാതാജി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ. ഭഗവത്ഗീത നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ മാതാജി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ട്? മാതാജി ഭഗവത്ഗീത മാഹാത്മ്യത്തെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ. അതാരാണ് ഭഗവത്ഗീത മാഹാത്മ്യം രചിച്ചത്? ആരായിരുന്നു? ശങ്കരാചാര്യ. എല്ലാവർക്കും അത് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അതുപോലെ ആ മാഹാത്മ്യത്തില് കുറെ ശ്ലോകങ്ങളുണ്ട്. അപ്പൊ അതില് നമുക്ക് 2-3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ഒരു ശ്ലോകം, ഗീതാ സുഗീത കർത്തവ്യ കിമന്യൈ ശാസ്ത്രവിസ്തരൈ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം എന്താണ്? ഭഗവത്ഗീത പരമ ദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാകിയാൽ മറ്റൊരു വേദസാഹിത്യവും പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ അത്രയും വ്യക്തമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുകയാണ്. ഭഗവത്ഗീത പരമ ദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളതായതുകൊണ്ട് വേറെ ഒരു വേദസാഹിത്യവും നമ്മൾ പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ. ഭഗവത്ഗീത ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടും കൂടി ശ്രവിക്കുകയും വായിക്കുകയും ചെയ്താൽ മതി. ഇന്നത്തെ കാലത്ത് ആളുകൾ ലൗകിക വ്യാപാരത്തിൽ അത്രയധികം മുഴുകിയിരിക്കുന്നതുകൊണ്ട് വേദസാഹിത്യം മുഴുവൻ വായിക്കുക അവർക്ക് അസാധ്യമത്രേ. എന്നാൽ അത് ആവശ്യമില്ല. ഈ ഒരൊറ്റ ഗ്രന്ഥം അല്ലെങ്കിൽ ഭഗവത്ഗീത മതി. കാരണം അത് എല്ലാ വേദസാഹിത്യങ്ങളുടെയും സാരസർവസ്വമാണ് അല്ലെ. മാത്രവുമല്ല പ്രത്യേകിച്ച് പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദിഷ്ടവുമാണ്. പരമദിവ്യോത്തമ പുരുഷൻ ഉപദേശിച്ചത് കൊണ്ട് അതില് എന്താണ്?
മറ്റൊരു ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും അതിൽ കലർന്നിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ജ്ഞാനാമൃതമാണ്, അല്ലെ? അതുപോലെ തന്നെ വേറെ ഒരു ശ്ലോകം കൂടെ കൂടിയുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അകത്ത് തന്നെ ഇപ്പൊ ഗീതോപനിഷത്ത് എന്ന് പറയുന്നുണ്ട്, അല്ലെ? ഗീത ഉപനിഷത്തായിട്ട് കാണാം. ഭഗവത്ഗീത വേദങ്ങളുടെ ഉപനിഷത്തുകളുടെ സാരമാണ്, അല്ലെ? അപ്പൊ ആ ഒരു ശ്ലോകം നമുക്ക് ഏതാന്ന് നോക്കാം. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന വാർത്തോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്, അല്ലെ? അപ്പൊ അങ്ങനെയാണ്. അപ്പം ആ സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലൻ എന്താണ്? ഗീതോപനിഷത്ത് അല്ലെങ്കിൽ ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുക്കളുടെ സാരമാണ്. എല്ലാ ഉപനിഷത്തുക്കളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ ഗോപകുമാരൻ എന്ന് പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അപ്പൊ ഭഗവാൻ അതിന്റെ കറവക്കാരനാണ്. അർജുൻ എന്താണ്? പശുകിടാവാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃത തുല്യ ദുഗ്ധമായ ഭഗവത്ഗീത പാനം ചെയ്യുന്നു. അപ്പൊ എന്താണ്? അർജുൻ എന്ന പശുകിടാവിനെ വിട്ടിട്ട് എന്താണ് ഈ വേദങ്ങളുടെ ഉപനിഷത്തുക്കളെ സാരമാകുന്ന ആ ഒരു പശുവിൽ നിന്ന് അതിന്റെ സാരം എന്താണ്? പാൽ രൂപേണ കറന്നെടുത്തിട്ട് ആ കറവക്കാരനായ കൃഷ്ണൻ എന്താണ്? അർജുൻ എന്ന ഈ കുട്ടിക്ക് കൊടുക്കുവാണ്, അല്ലെ? അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം ആ ഒരു ഗീതാമഹാത്മ്യത്തിൽ ശങ്കരാചാര്യർ എന്തുമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ അത് ആണ് അടുത്ത ആ ഒരു കാര്യം നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ ഭഗവത്ഗീത നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത പറയുന്ന ആ ശ്ലോകം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നതിന് മുൻപേ അത് ഞാൻ എടുത്തത്. ഏകോ ശാസ്ത്രം ദേവകീ പുത്ര ഗീതം ഏകോ ദേവാ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്ര തസ്യ നാമാന്യാനി കർമ്മോപ്യേകം തസ്യ ദേവസ്യ സേവ. എന്താണ് അതിന്റെ അർത്ഥം? ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ. അത് ഏതാണ്? ദേവകി പുത്രന്റെ ഗീതം. ദേവകിയുടെ പുത്രനായ കൃഷ്ണൻ പാടിയ ആ ഒരു പാട്ട് അല്ലെങ്കിൽ ആ ഒരു ഗീതം, അതേതാണ്? ഭഗവത്ഗീത. പിന്നെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഏകോ ദേവ ദേവകി പുത്ര ഏവ. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതേതാണ്? ദേവകിയുടെ പുത്രനായ ശ്രീകൃഷ്ണൻ. പിന്നെ അടുത്ത് എന്താണ്? ഏകോ മന്ത്ര തസ്യ നാമാനിയാനി. ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു മന്ത്രം. ബാക്കി ഒരുപാട് മന്ത്രങ്ങൾ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതേതാണ് ആ ഒരേ ഒരു മന്ത്രം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പിന്നെ എന്താണ്? കർമ്മോ കർമ്മ കർമാപ്യേകം തസ്യ ദേവസ്യേവ. നമ്മൾ എന്താണ്? ആ ഒരേ ഒരു കർമ്മം ചെയ്താൽ മതി. ആ ദേവനെ, ഈ പറഞ്ഞ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സേവ ചെയ്യുക എന്നുള്ള ഒരേ ഒരു കർമ്മം ചെയ്താൽ മാത്രം മതി. നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാമായി. ഭഗവാനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി. സർവ്വ ജീവജാലങ്ങളും സർവ്വ പ്രപഞ്ചവും സന്തുഷ്ടമാകും. അപ്പൊ അത് ഇത്രയും വലിയ ഒരു സന്ദേശമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുക, അത് ആചരിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭഗവത്ഗീത വെറുതെ കേട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ധൃതരാഷ്ട്ര കേട്ടതുപോലെ ആകും. ധൃതരാഷ്ട്ര കേട്ടിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ കേട്ടു പോകാതെ ഭഗവത്ഗീത നമ്മൾ കേട്ട് അതാണ് വളരെ ശ്രദ്ധയോടും വളരെ ഭക്തിയോടും നമ്മൾ അത് പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം അതൊക്കെ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇനി സമയം മെനക്കെടുത്തണം. നമ്മൾ ഓരോരുത്തരുടെയും സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മെനക്കെടുത്തി നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കണം. കാര്യം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 2 വർഷത്തോളം എടുക്കും ഇത് തീരണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ശ്ലോകങ്ങളൊക്കെ കഴിവതും പറ്റുന്നവരൊക്കെ തന്നെ അത് എല്ലാ ദിവസവും വീട്ടിൽ ചെന്നിട്ട് വായിച്ചു കഴിഞ്ഞിട്ട് അത് കാണാതെ പഠിക്കാൻ പറ്റുന്നവരൊക്കെ തന്നെ അത് കാണാതെ പഠിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ അത് നമ്മൾ നിത്യേന ഈ ശ്ലോകങ്ങളുമായിട്ടൊരു പരിചയത്തിൽ മുന്നോട്ട് പോകാം. അപ്പം 2-3 പേര് പുതിയതായിട്ട് കയറിയിട്ടുണ്ട്. മാധവി രാധ മാതാജി, ഹരേകൃഷ്ണ മാതാജി, അതുപോലെ തന്നെ സൂര്യ മാതാജി. ഹരേകൃഷ്ണ പ്രഭു. ഹരേകൃഷ്ണ മാതാജി, ഒരുപാട് സന്തോഷം കയറിയതിൽ. ഉഷാമണി മാതാജി, ഹരേകൃഷ്ണ.
അതുപോലെ തന്നെ ശ്യാമള ഹരിപ്രിയ ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ഇങ്ങനെയുള്ള പേരൊക്കെ ആയിരുന്നാൽ മാതാജി ആരാന്ന് എനിക്ക് മനസ്സിലായി. നമ്മള് കേട്ടിട്ടില്ലാതെ പലരും എല്ലാവരും പുതിയ ആളാണെന്ന് വിചാരിക്കും. പക്ഷെ പുതിയ ആളല്ല, നമ്മുടെ പഴയ ആള് തന്നെയാണ്, സ്മിത മാതാജി തന്നെയാണ്. ആരും പേടിക്കണ്ട പേരൊന്നും കണ്ടിട്ട്. അപ്പം എല്ലാവർക്കും ഈ പുതുതായിട്ട് കയറിയ ആൾക്കാർക്കും അതുപോലെ ശ്രീലത മാതാജി, പുതുതായിട്ട് കയറിയ എല്ലാവർക്കും സ്വാഗതം വീണ്ടും. അപ്പൊ നമ്മൾ അതിനു മുൻപ് നമ്മൾ ഭഗവത്ഗീത ഈ ഒന്നാമത്തെ ശ്ലോകം തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ശ്ലോകത്തിലേക്ക് കയറാം. നമ്മള് കൃഷ്ണാവബോധ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിൽ നിന്ന് തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഭഗവാനിൽ നിന്ന് തന്നെ തുടങ്ങിയതാണ് അല്ലെ? ഭഗവാനിൽ നിന്ന് തുടങ്ങി അതുപോലെ ആചാര്യ പരമ്പരയിൽ കൂടി വന്നിട്ട് അത് നമ്മളിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ തൊട്ടു മുമ്പുള്ള ആചാര്യന്മാരെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങള് പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ അത് തുടർന്ന് പോകും, ഒരു കണ്ണിയായിട്ട് അങ്ങനെ തുടർന്ന് പോവാണല്ലേ. ഇത് ഭഗവാനിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഭഗവാൻ തന്നെയാണ് യഥാർത്ഥ നമ്മളുടെ എല്ലാവരുടെയും പരംപിതാവ്. അപ്പം കൃഷ്ണന്റെ സന്ദേശം അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ സന്ദേശം നമ്മൾ ഈ ഭഗവത്ഗീതയിൽ കൂടെ നമ്മൾ എല്ലാവരെയും അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൃഷ്ണൻ പൂർണ്ണമാണ്. കൃഷ്ണന്റെ നാമവും രൂപവും ഗുണങ്ങളും ലീലകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാൻ പൂർണ്ണമാണ് അല്ലെ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് പറഞ്ഞ് നമ്മൾ ബ്രഹ്മസംഹിതയിൽ കൂടി പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ പൂർണ്ണനാണ് അല്ലെ? ഭഗവാൻ എന്താണ്? നമുക്ക് ഈ ഭഗവാനെ നമ്മൾ ഈ കാണുന്ന മറ്റ് പല ആൾക്കാരും കാണുന്ന പോലെ അങ്ങനെ ഒരു കണ്ണിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളല്ല ഭഗവാൻ. ഇപ്പം ഈ പറഞ്ഞ യുക്തിവാദികളുടെ അടുക്കലും മായാവാദികളുടെ അടുക്കൽ ചെന്നാൽ ഭഗവാനെ പറ്റി മറ്റു പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. അപ്പൊ ആ ഒരു ശ്ലോകം ഭഗവത്ഗീതയിൽ നമുക്ക് പലതവണ ഞാൻ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ പറയാം. അവജാനന്തി മാമൂഢാം മാനുഷീം തനുമാശ്രിതം പരം ഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വര. അപ്പം നമ്മൾ ഭഗവത്ഗീത മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഒരു നിശ്ചയം എടുക്കണം. അതായത് പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ആ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവത്ഗീത തുടർന്ന് പഠിച്ചിട്ടും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ ധൃതരാഷ്ട്രയുടെ ഒരു അനുഭവം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അതായത് എന്താണ്? അവജാനന്തി മാമൂഢ മാനുഷൻ തനുമാശ്രിതം. അതായത് മനുഷ്യരൂപത്തിൽ അവതരിച്ച എന്നെ മൂഢരായ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. നമ്മളൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയ? ഒരു കാലിച്ചക്കൻ, വെണ്ണ കട്ടുകൊണ്ട് പോകുന്ന ആള്, ഗോപികമാരുടെ വസ്ത്രം. അതായത് ഒരു ഭഗവാനായിട്ട് ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്നൊക്കെയാണ് നമ്മളുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത് അല്ലെ? അവജാനന്തി മാമൂഢ മാനുഷീൻ തനുമാശ്രിതം പരംഭാവം അജാനന്ദോ. പരംഭാവം അതായത് എന്റെ പരംഭാവം, അതായത് ഞാനാണ് പരംഭാവം എന്ന് പറഞ്ഞ എന്താണ്? ഞാനാണ് സുപ്രീം, ഞാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ. പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വര. അതായത് ഇത് ഈ മൂഢരായ മനുഷ്യർക്ക് അറിയുന്നില്ല ഞാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന്. ഞാൻ എന്താണ്? മമ ഭൂത മഹേശ്വര. ഞാനാണ് ഈ സർവ്വ ജീവജാലങ്ങളുടെയും പ്രപഞ്ചത്തിന്റെയും മഹേശ്വരൻ. വെറും ഈശ്വരനല്ല, മഹേശ്വരനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്നുള്ള ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഭഗവത്ഗീത മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യണം. അതുപോലെ നമ്മളുടെ ഓരോ ജീവാത്മാവിൻ്റെയും ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു ഭാവം അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ആ ഒരു യഥാർത്ഥ ആ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ഒരു സേവകനാണ് എന്നുള്ളതാണ് അല്ലെ? ജീവേര സ്വരൂപന് നിത്യേന കൃഷ്ണദാസ് എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു ചൈതന്യ ചരിതാമൃതത്തിലൂടെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണന്റെ നിത്യദാസനാണെന്നുള്ള ഭാവമായിരിക്കണം നമുക്കുള്ളത്. നമ്മൾ ഒരിക്കലും യജമാനോ VIP ആകാനായിട്ട് ശ്രമിക്കരുത്. നമ്മളൊക്കെ ഗുരുവായൂരമ്പലത്തിലൊക്കെ പോകുമ്പോഴും പല സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ VIP ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഭഗവാനെ കാണും. VIP ആയിട്ടിരിക്കുന്ന ആളെ കാണാൻ നമ്മൾ VIP ആയിട്ടാണോ പോകേണ്ടത്? നമ്മളൊരു സാധാരണ, പിന്നെ സുഖമില്ലാത്തവരുടെയും അങ്ങനെ പ്രായം ചെന്നവരുടെ ഒക്കെ ഒരു കാര്യം എക്സെപ്ഷണൽ ആണ്. അല്ലാത്ത ആൾക്കാരൊക്കെ ക്യൂ ഒക്കെ നിന്ന് വളരെ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ തന്നെ, അതായത് സുധാമയൊക്കെ പോയതുപോലെ നടന്ന് വളരെ വിഷമിച്ചിട്ടൊക്കെ വേണം തന്നെ ഭഗവാനെ കാണാനായിട്ട് പോകാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ജീവാത്മാവിന്റെ, അതായത് ഭഗവാനെ സദാ സേവിക്കുക എന്നൊരു ജീവാത്മാവിന്റെ നൈസർഗിക ധർമ്മമാണ്. അതായത് നമ്മുടെ ഒരു ശരിയായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ
സേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കണം. ശരിക്കുള്ള ഭഗവാൻ ഏതാണ് എന്ന് മനസ്സിലാക്കണം. ആരാണ് പരമദിവ്യോത്തമ പുരുഷൻ. എന്നിട്ട് പിന്നെ നമ്മളുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ്, ഭഗവാന്റെ സേവകനാണ്. ഭഗവാനെ സേവിക്കുക എന്നുള്ള നമ്മുടെ പരമമായ ധർമ്മം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ ഈ സമസ്ത ഭൂത പ്രപഞ്ചങ്ങളെ സേവിക്കാനായിട്ട് സാധിക്കും. നമ്മളെപ്പോഴും പറയുന്ന ആ ഒരു ഉദാഹരണം, നമ്മളൊരു വൃക്ഷത്തിന്റെ എന്താണ്, ഓരോ ഇലകളിലാണോ വെള്ളം ഒഴിക്കുന്നത് അതോ അതിന്റെ ചോട്ടിലാണോ ഒഴിക്കുന്നത്? ചോട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇലകളിലും ഒരുപോലെ കിട്ടുന്നെന്ന് പറഞ്ഞ പോലെ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചവും അതുപോലെ തന്നെ സർവ്വ ദേവീദേവന്മാരും 33 കോടി ദേവകളും സംതൃപ്തരാകും. അപ്പൊ അതാണ് അതിന്റെ ആ ഒരു പ്രത്യേകത. അപ്പം നമ്മളുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് പകരം ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് അല്ലെ. ഋഷികേശ സേവനം ഭക്തി രുചിരി എന്നാണ് പറയുന്നത്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്താണ് ഭഗവാന്, നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും, പഞ്ചേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ എല്ലാം കൊണ്ട് തന്നെ നമ്മൾ ഭഗവാനെ നമ്മൾ സേവിക്കണം. യാതൊന്നു കണ്ടത് നാരായണ പ്രതിമ, യാതൊന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഈ ഹരിനാമ കീർത്തനത്തിൽ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ അന്ന് പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ഭഗവാനായിട്ട് കണ്ട് നമ്മൾ ആ ഭഗവാനെ സേവിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ യാതൊരു കലപ്പും ഇല്ലാതെ ഭഗവത്ഗീത യഥാരൂപം നമ്മൾ പഠിക്കണം. അപ്പൊ ഭഗവത്ഗീത യഥാരൂപം എഴുതിയത് ആരാണ്? നമുക്ക് ഭഗവത്ഗീത യഥാരൂപം നമുക്ക് എല്ലാവർക്കും തന്നതാരാണ്? മഹാപ്രഭു. ശ്രീല പ്രഭുപാദ്. അതായത് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരാണ് നമുക്ക് ഈ ഭഗവത്ഗീത യഥാരൂപം തന്നത്. കാര്യം ഭഗവത്ഗീതയ്ക്ക് 300-400 വ്യാഖ്യാനങ്ങൾ നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാനായിട്ട് പറ്റും. പക്ഷെ ഭഗവത്ഗീത ഓരോരുത്തരും അവരവർ എഴുതി അവനവന്റെ ഇഷ്ടാനുസരണം അല്ലെ, എനിക്ക് എന്ത് തോന്നി എന്നുള്ളതാണ് എഴുതുന്നത് അല്ലെ. ഞാൻ എന്ത് തോന്നി, എനിക്ക് എന്ത് തോന്നി, ആ രീതിയിലാണ് എല്ലാവരും എഴുതുന്നത്. കാര്യം ഭഗവാൻ എന്താണ് പറഞ്ഞത്, ഭഗവാൻ എന്താണ് നമ്മൾക്ക് പറഞ്ഞു തരാനിരിക്കുന്നതെന്ന് ഒരു വ്യക്തിയും അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം ശ്രീല പ്രഭുപാദര് ഇങ്ങനെ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം എഴുതി. അദ്ദേഹം എഴുതിയത് എന്താണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഭഗവത്ഗീതയ്ക്ക് ഈ ഒരു പൊട്ടൻസി വരാൻ കാര്യം അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടില്ല. അത് മുഴുവനും എവിടെ നിന്നാണ്? ആ ആചാര്യന്മാര് പറഞ്ഞതും അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതും പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കോട്ട് ചെയ്തിട്ട് ആധികാരികമായിട്ടുള്ള റെഫറൻസ് കൊടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് അതിനെല്ലാം അതിൻ്റെതായ പൊട്ടൻസി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭഗവത്ഗീത യഥാരൂപം ഇല്ലാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുക, അല്ലെങ്കിൽ അത് അടുത്തുള്ള ഇസ്കോൺ സെന്ററിൽ എവിടെയെങ്കിലും പോയി അത് വാങ്ങിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ ഇനി ഭഗവത്ഗീത പഠനം തുടങ്ങാനുണ്ട്. അപ്പം ഈ അവസരത്തിൽ ഈ പറയുന്ന ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ആ ഒരു ആചാര്യനെ അത് എഴുതി, അത്രയും കഷ്ടപ്പെട്ട് എഴുതി നമുക്കെല്ലാം തന്ന ആചാര്യനെ നമ്മളെല്ലാവരും സ്മരിക്കണം. അപ്പൊ അദ്ദേഹമാണ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദര്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം ഇത് ശരിയായിട്ടുള്ള രീതിയിൽ എനിക്ക് പറയണമെങ്കിലും ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാകണമെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കൃപ വേണം, ആചാര്യ പരമ്പരയുടെ കൃപ വേണം. അപ്പൊ അദ്ദേഹം ഈ പരമ്പരയിലെ ഈ എത്രാമത്തെ ആചാര്യനായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? 32ാമത്തെ ആചാര്യനാണ് അല്ലെ. അപ്പം എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്ന പരമ്പര? 32 പേരുടെയും പേര് ഭഗവാൻ കൃഷ്ണനിൽ നിന്ന്. അടുത്ത ആർക്കാരെന്ന് കിട്ടിയത്? ബ്രഹ്മാവ്, അതുപോലെ നാരദമുനി, വ്യാസദേവൻ, മധ്വാചാര്യര്, പത്മനാഭ തീർത്ഥർ, നരഹരി തീർത്ഥർ, മാധവൻ, അക്ഷോഭി തീർത്ഥൻ, ജയതീർത്ഥൻ, ജ്ഞാനസിന്ധു, ദയാനിധി, വിദ്യാനിധി, രാജേന്ദ്രൻ, ജയധർമ്മൻ, പുരുഷോത്തമ തീർത്ഥൻ, ബ്രഹ്മണ്യ തീർത്ഥൻ, വ്യാസതീർത്ഥൻ, ലക്ഷ്മീപതി, മാധവേന്ദ്രപുരി, ഈശ്വരപുരി, ചൈതന്യ മഹാപ്രഭു, രൂപഗോസ്വാമി, രഘുനാഥ ജീവ ഗോസ്വാമി, കൃഷ്ണദാസ ഗോസ്വാമി, നരോത്തമ ഗോസ്വാമി, വിശ്വനാഥ ചക്രവർത്തി, ബലദേവ ജഗന്നാഥൻ, ഭക്തി വിനോദ ഠാക്കൂർ, ഗൗരകിഷോർ ബാബാജി, ഭക്തി സിദ്ധാന്ത സരസ്വതി, AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ. അങ്ങനെ 32 ആചാര്യന്മാരുടെ പേരാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ 32 ആചാര്യന്മാരെയും നമ്മളെന്താണ്
ഈ നമ്മുടെ ആചാര്യരിലൂടെ, നമ്മുടെ ശിക്ഷാ ഗുരുക്കന്മാരിലൂടെ നമ്മളുടെ എന്താ പറയുന്നത് ദീക്ഷാഗുരുവിൽ ആകാത്തവരാണ് പലരും നമുക്കിവിടെ ഉള്ളത്. നമ്മുടെ കൂടെ നമുക്കിപ്പം ഈ ശ്യാമള ഹരിപ്രിയ ദാസി മാതാജി ഒഴിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും ദീക്ഷാഗുരു ആയിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾക്ക് ഈ ശിക്ഷാ ഗുരുക്കന്മാരിൽ കൂടെ നമ്മുടെ ദീക്ഷാഗുരുവിൽ കൂടെ ഈ പറയുന്ന ശ്രീലപ്രഭാതരുടെ ശിഷ്യന്മാരിലെത്തി. നമുക്ക് ദീക്ഷ തന്ന ഗുരുവാണ് ശിഷ്യൻ. എന്നിട്ട് ശ്രീലപ്രഭാതരിലെത്തി. അങ്ങനെ പിന്നെ അങ്ങനെ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിലൂടെ അങ്ങനെ ഭഗവാൻ കൃഷ്ണനിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ഒരു ആചാര്യ പരമ്പരയിൽ ആ ഒരു കണ്ണി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ എല്ലാവരുടെയും കൃപ കിട്ടുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഈ ഗുരുശിഷ്യ പരമ്പരയിൽ കൂടെ കിട്ടിയ ഈ ജ്ഞാനം, ഭഗവാനിൽ നിന്ന് കിട്ടിയ ജ്ഞാനം അതേപടി നമ്മളിൽ എത്തുന്നു. കാര്യം അതെന്തുകൊണ്ടാണ്? മറ്റു പലർക്കും അത് വളച്ചൊടിക്കാനൊന്നും പറ്റുന്നില്ല. കാര്യം ഒരാൾ അദ്ദേഹത്തിന്റെ ഈ ഭഗവാനിൽ നിന്ന് കിട്ടിയ ജ്ഞാനം അതേപടി ബ്രഹ്മദേവൻ നാരദമുനിക്ക് പറഞ്ഞു കൊടുത്തു, നാരദമുനി വ്യാസദേവന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഒരു കലർപ്പും ഇല്ലാതെ, ചോർച്ചയും ഇല്ലാതെ ഭഗവാനിൽ നിന്ന് കിട്ടിയ അതേ ജ്ഞാനം നമ്മളിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് ഇതിന് കലർപ്പൊന്നുമില്ല. ഈ ജ്ഞാനം എന്ന് പറഞ്ഞത് അതീന്ദ്രിയമാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ എന്താ പറഞ്ഞ നിർവചിക്കാൻ കഴിയുന്നതിൽ ഉപരിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജ്ഞാനം നമ്മൾ തുടക്കം മുതൽ തന്നെ അത് മനസ്സിലാക്കി നമ്മളത് ഹൃദയസ്ഥമാക്കി നമ്മൾ ആചരിക്കാൻ ശ്രമിച്ചു പോകാൻ നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റെതായ പരിവർത്തനങ്ങൾ ഉണ്ടാകണം. നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് നമ്മളെ കണ്ടിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ പഠനങ്ങളെല്ലാം മുൻപോട്ട് പോകേണ്ടത്. അപ്പൊ അങ്ങനെ ഭഗവത്ഗീതയില് എത്ര അധ്യായമുണ്ട്? 18 18 അധ്യായങ്ങളുണ്ട്. ഇപ്പം ഭഗവത്ഗീതയിൽ നമുക്ക് 18 അധ്യായങ്ങളിലായിട്ടാണ്. ഈ 18 അധ്യായമൊക്കെ ഭഗവാൻ അധ്യായമായിട്ട് തിരിച്ചിട്ടൊന്നുമല്ല പറഞ്ഞത്. ആചാര്യന്മാർ ഇതിന്റെ വിവർത്തനവും ഭാഷ്യവും എഴുതിയ ശങ്കരാചാര്യരെ പോലുള്ള ആചാര്യന്മാരൊക്കെയാണ് ഇതിന് 18 ടോപ്പിക്കായിട്ട് തിരിച്ച് 18 അധ്യായങ്ങളായിട്ട് മാറ്റിയത്. പിന്നെ 18 അധ്യായങ്ങളുണ്ട്. പിന്നെ അടുത്തത് എവിടെ നിന്നാണ് ഈ ഭഗവത്ഗീത എടുത്തിട്ടുള്ളത്? നമ്മളെ ഭഗവത്ഗീത തുടങ്ങുന്നതിന് മുൻപേ അത് മഹാഭാരതം ആർക്ക് ഉപദേശിച്ചതാണ്? The first trouble had been about the thorns. Family did not order thorn for suitable time. ആരാണത്? ഹരേ കൃഷ്ണ. ആരോ എന്തോ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല. And their trunk had been Solomon John. വേറെന്തോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാണ്, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഭഗവത്ഗീത ഇത് എന്താ പറയുന്നത്? മഹാഭാരതം ആർക്ക് ഉപദേശിച്ചാണെന്ന് പറഞ്ഞില്ലല്ലോ. വ്യാസദേവൻ ആരോടാണ് പറഞ്ഞു കൊടുത്തത്? ഗണപതിക്കല്ലേ? ഗണപതിക്ക് പറഞ്ഞു കൊടുത്താണ് അല്ലെ. അപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇവര് തമ്മിൽ. എന്തായിരുന്നു? വേഗം പറയണമെന്ന്. അപ്പൊ വേദവ്യാസം പറഞ്ഞു മനസ്സിലാക്കിയിട്ട് എഴുതാൻ പറഞ്ഞു. അതെ. ഇവര് രണ്ടുപേരും ഇരിക്കുന്ന കുറച്ച് ദൂരത്തിലാണല്ലേ. അപ്പൊ ഇതിനൊരു തടസ്സം ഉണ്ടാവാൻ പറ്റുന്നില്ല. ഇത് പറയുന്നതിന് ഒരു തടസ്സം ഉണ്ടാക്കാൻ പറ്റില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ഇതിന് പറയുന്നതിന് തടസ്സം ഉണ്ടാകുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് അപ്പം നിർത്തുമെന്ന് പറഞ്ഞു. അപ്പൊ ഗണപതി പറഞ്ഞു. അപ്പോഴത്തേന് വ്യാസദേവന്റെ കണ്ടീഷൻ എന്താണ്? ഇത് മനസ്സിലാക്കി മാത്രമേ എഴുതാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ എഴുതിയ ആ മഹാഭാരതത്തില് അതായത് വേദവ്യാസനും ഗണപതിക്ക് പറഞ്ഞു കൊടുത്ത് ഗണപതിയാണ് എഴുതിയ ആ മഹാഭാരതത്തില്. അപ്പൊ ഗണപതി തന്നെയാണ് ഈ മഹാഭാരതത്തിലെ എത്രാമത്തെ പർവ്വത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്? ഭീഷ്മപർവം എത്രാമത്തെയാണ്? ഞാൻ പിന്നീട് എന്താ പറയുന്നത്, ഈ പ്രശ്നോത്തരി എഴുതുമ്പോഴത്തേനും ഇതൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ നോട്ടൊക്കെ എഴുതി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എംപോസിഷൻ കുറഞ്ഞിരിക്കും. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഭീഷ്മപർവം 6ാമത്തെ പർവ്വമാണ്. ഭീഷ്മപർവത്തിലെ അത് എത്ര ശ്ലോകം, എത്ര ചാപ്റ്റർ ആണ്, ഏതൊക്കെ ചാപ്റ്റർ ആണ് ഈ ഭഗവത്ഗീതയായിട്ട് വരുന്നത്? ഭീഷ്മപർവത്തിലെ ഭീഷ്മപർവം ചാപ്റ്റർ 25 മുതൽ 42 വരെ, 25 വരെ മുതൽ 42 വരെയുള്ള അധ്യായങ്ങളാണ് ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. മഹാഭാരതം 18 അധ്യായങ്ങളുള്ള മഹാഭാരതത്തിലെ എന്താണ്?
ഇരുപത്തഞ്ചാമത്തെ ആറാമത്തെ പർവ്വമായ ഭീഷ്മപർവ്വതത്തിലെ 25-ാമത്തെ 25 തൊട്ട് 42 വരെയുള്ള 42 വരെയുള്ള ആ, അതായത് 700 ശ്ലോകങ്ങളാണ് ഈ ഭഗവത്ഗീതയായിട്ട് നമ്മളിപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. 700 ശ്ലോകങ്ങൾ അല്ലേ? 700 ശ്ലോകങ്ങള് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത് നമ്മൾ ഇവിടെ ആരോട് പറയുന്നു? Talking back his teachers, വ്യാസഭഗവാൻ അല്ല. ഗണപതിയോട് പറയും. asked his എന്താ ഭഗവാൻ പറഞ്ഞേ? അർജുനനോട് പറയുന്നു. ഭഗവത്ഗീത സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തതാണ്. സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തതായിട്ടാണ് നമ്മൾ ഈ പറയുന്ന 700 ശ്ലോകങ്ങളും കാണുന്നത് അല്ലെ? അപ്പം നമ്മള് ഈ പറയുന്ന 700 ശ്ലോകങ്ങളെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. അതും എല്ലാവരും എഴുതി വെച്ചോണം. അതായത് കൃഷ്ണൻ പറഞ്ഞ എത്ര ശ്ലോകങ്ങളുണ്ട്? both കൃഷ്ണൻ പറഞ്ഞ ശ്ലോകങ്ങള് 574 ശ്ലോകങ്ങൾ. പിന്നെ അടുത്തത് അർജുനൻ പറഞ്ഞ ശ്ലോകങ്ങൾ 84 ശ്ലോകങ്ങൾ. 84 ശ്ലോകങ്ങൾ. സഞ്ജയൻ പറഞ്ഞ 41 ശ്ലോകങ്ങൾ. പിന്നെ അടുത്തത് ധൃതരാഷ്ട്രർ പറഞ്ഞ ഒരേ ഒരു ശ്ലോകം. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ധൃതരാഷ്ട്രർ പറഞ്ഞ ശ്ലോകം 1 അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയാമോ? കൃഷ്ണൻ പറഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ എത്ര ശ്ലോകങ്ങളാ? 574. അർജുനൻ പറഞ്ഞതോ? 84. സഞ്ജയൻ പറഞ്ഞതോ? 44. ധൃതരാഷ്ട്രൻ പറഞ്ഞത് ഒരു ശ്ലോകം. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോ 700 കിട്ടുമെന്ന് നോക്കി. 700 കിട്ടുന്നുണ്ടല്ലേ? അപ്പൊ അങ്ങനെ 700 ശ്ലോകങ്ങളാണ് നമ്മള് ഈ ഭഗവത്ഗീതയിലുള്ളത്. അതുപോലെ തന്നെ എത്ര അധ്യായങ്ങളുണ്ട്? 18 അധ്യായങ്ങൾ. ആ 18 അധ്യായങ്ങള് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 18 അധ്യായങ്ങള് നമ്മളിത് തുടങ്ങുന്നതിന് മുൻപേ അതുകൂടെ നോക്കിയിട്ട് നമുക്ക് തുടങ്ങാം. എന്നിട്ട് ഈ ശ്ലോകങ്ങളുടെ ഡിവിഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ശ്ലോകം തുടങ്ങാം. 18 അധ്യായം ആദ്യത്തേത് എന്താണ്? സൈന്യനിരീക്ഷണം, കുരുക്ഷേത്ര യുദ്ധത്തിലെ ആദ്യത്തെ അധ്യായം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അധ്യായം, തുടങ്ങാൻ പോകുന്ന അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന് പറയുന്നു. ഈ ഒരു അധ്യായത്തിന് വേറൊരു പേരും കൂടെ ഉണ്ട്. അതേതാണ്? അർജുന വിഷാദയോഗം. അർജുന വിഷാദയോഗം എന്നാണ് മറ്റു പല ബുക്കുകളിലും കാണുന്നത്. അർജുന വിഷാദയോഗം രണ്ടും ശരിയാണ് അല്ലെ? അർജുനൻ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ, യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ അർജുനുണ്ടായ ആ ഒരു പ്രശ്നങ്ങളാണ്. അതായത് അർജുനൻ അവിടെ തളർന്നിരിക്കുന്നു യുദ്ധക്കളത്തില്. അപ്പൊ ഈ ഒരു ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് എന്താണ്? വളരെ സംഘർഷഭരിതമായ ഒരു യുദ്ധം നടക്കുന്ന ആ ഒരു യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ്. അപ്പൊ അതാണ് നമ്മളുടെ മനസ്സിലും നമ്മളുടെ ജീവിതത്തിലും ഒക്കെ തന്നെ വളരെ സംഘർഷപരമായ ആ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമുക്കൊരാളുടെ ഉപദേശം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മഹത്യാപരമായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് അർജുനന് കിട്ടിയത് അല്ലെ? ശരിക്കും എന്താണ് ഉണ്ടായി? ഈ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു യുദ്ധക്കളത്തിലെ ആ ഒരു വളരെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ പറയുന്ന ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അപ്പൊ നമ്മളുടെ ജീവിത സംഘർഷങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന, ഈ സംഘർഷവും പ്രശ്നങ്ങളും ഇല്ലാത്ത ജീവിതം ഇല്ലാത്ത ആരുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ സംഘർഷമുള്ള ആ ഒരു സമയത്ത് നമുക്കൊരാളുടെ ഉപദേശം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റും. എത്രയോ എക്സാമ്പിൾസ്, എത്രയോ പേരുടെ ജീവിത അനുഭവങ്ങളുണ്ട്. ഭഗവത്ഗീത പഠിച്ചിട്ട്, ഭഗവത്ഗീത ഒന്ന് വായിച്ചിട്ട്, അതായത് വെറുതെ ആ ഒരു കൗണ്ടറില്, അതായത് വിഷം മേടിക്കാൻ പോയ ഒരാളാണ്. വിഷം മേടിച്ചിട്ട് പോകുമ്പോൾ ആ കൗണ്ടറിൽ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട്. എന്നാൽ വിഷം കുടിക്കുന്നതിന് മുൻപേ ഈ ബുക്ക് ഒന്ന് വായിച്ചേക്കാന്ന് വെച്ചിട്ട് ശ്രീല പ്രഭാതരുടെ ബുക്ക് എടുത്ത് പഠിച്ചിട്ട് അദ്ദേഹം ആ വിഷം എല്ലാം എടുത്ത് ഉപേക്ഷിച്ചിട്ട് ബോംബെയിൽ ഉണ്ടായ സംഭവമാണ്. അദ്ദേഹം ആ ഒരു വലിയ ഭക്തനായി മാറി. അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട്. കാര്യം ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത് വളരെ ഒരു സംഘർഷമായ ഒരു ഭൂമിയിൽ, ആ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് ഈ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്. അതുകൊണ്ട് നമ്മളെ പോലെയുള്ള ആർക്കും ജീവിതത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനായിട്ട് ഈ ഭഗവത്ഗീത നമ്മളെ ഉപകരിക്കും. അപ്പൊ ഇതിന്റെ കാര്യം മാതാജി 3 ക്ലാസ്സുകളിലായിട്ട് ഇതെല്ലാം പറഞ്ഞെങ്കിലും ഞാൻ പുതിയതായിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ടും ഞാൻ പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ, നമുക്ക് എപ്പോഴും മറവി എനിക്കടക്കം സ്വാഭാവികമായിട്ടുള്ളത് കൊണ്ടും ആണ് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ സൈന്യ നിരീക്ഷണത്തിൽ സംഭവിച്ച അർജുനൻ അതിൻ്റെ അകത്ത് തളർന്നിരിക്കും. 2ാമത്തെ അധ്യായം ഏതാണ്?
ഗീതാവിഷയ സംഗ്രഹം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗീതാവിഷയ സാഖ്യം എന്നും പറയുന്നു അല്ലെ. അപ്പൊ ആ രണ്ടാമത്തെ അധ്യായത്തിൽ എന്താണ്, എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? അതായത് നമ്മുടെ എനിക്കും ശരീരവും ആത്മാവും അല്ലെ, ശരീരവും അർജുനൻ ആത്മാവും കൃഷ്ണനെ സാഖ്യശാസ്ത്രം എന്ന് പറയുന്നു അല്ലെ. ശരീരം ആത്മാവും, നമ്മൾ ആത്മാവ് എന്താണ്, ശരീരം എന്താണ് എന്നുള്ളത് കാര്യങ്ങളെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. മൂന്നാമത്തേത് കർമ്മയോഗം. നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണ്, നമ്മൾ എങ്ങനെയുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്, നമ്മൾ ശരിയായിട്ട് ചെയ്യേണ്ട കർമ്മം എന്താണ് എന്നതിനെ പറ്റി മൂന്നാമത്തെ അധ്യായം കർമ്മയോഗം പറയുന്നു. പിന്നെ അതീന്ദ്രിയ ജ്ഞാനമാണ് നാലാമത്തെ അധ്യായം, അതീന്ദ്രിയ ജ്ഞാനം. ഇപ്പൊ എല്ലാവരും ഒരു നോട്ട് പോലെ എഴുതി പോകുന്നതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് അധ്യായങ്ങൾ വരുമ്പോൾ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കുന്നുണ്ട്. അപ്പൊ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനമാണ് അതീന്ദ്രിയ ജ്ഞാനം. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഉപരിയായിട്ടുള്ള ജ്ഞാനമാണ് അല്ലെ. അപ്പൊ ആ ഒരു ജ്ഞാനം കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നു അല്ലെ. അപ്പം എന്തുകൊണ്ടാണ് ഈ ഭഗവത്ഗീത ഭഗവാൻ ആദ്യം ആർക്ക് ഉപദേശിച്ചു കൊടുത്തു, എന്തുകൊണ്ട് ഇത് ഉപദേശിക്കേണ്ടി വന്നു, അതായത് ഭഗവാൻ അവതരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന അതീന്ദ്രിയ ജ്ഞാനത്തിൽ നമുക്ക് കിട്ടുന്നു. പിന്നെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഭഗവത്ഗീത പഠിക്കണമെങ്കിൽ നമ്മൾ എന്താണ്, ഒരു ഗുരുവിനെ സ്വീകരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് കർമ്മയോഗം, കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പം നമ്മൾ എന്താണ്, നമ്മൾ ആധ്യാത്മികമായ ദർശനവും പരമാനന്ദവും നേടാനായിട്ട് നമ്മൾ കർമ്മയോഗത്തിൽ കൂടെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലേ മനസ്സിലാകുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്ന ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരിക്കുന്നു, ഭഗവാൻ അതായത് ഭോക്താരാം യജ്ഞതപസാം, അതിന്റെ അവസാനത്തെ ശ്ലോകമാണ് ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛിത എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം അതിന്റെ അവസാനമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സിലെ ഭോക്താവാണ് ഞാൻ. നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പൂജിക്കുന്ന ആരാണ്? ആ ഭഗവാനാണ് സ്വീകരിക്കുന്നത് അല്ലെ. സർവലോക മഹേശ്വരം, ഞാൻ ഈ പ്രപഞ്ചങ്ങളുടെ എല്ലാം മഹേശ്വരനാണ്, വെറും സാധാരണ ഈശ്വരനല്ല. സുഹൃതം സർവഭൂതൻ, ഞാൻ എല്ലാവരുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് എന്നും ഭഗവാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. അടുത്ത ധ്യാനയോഗം. ധ്യാനയോഗത്തിൽ നമ്മൾ ഈ ശ്വാസപ്രക്രിയ എടുക്കുന്ന, അങ്ങനെ പലതരത്തിലുള്ള ധ്യാനത്തെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് ശരിക്കുള്ള ധ്യാനം എന്താണ്, ഏതൊരു ധ്യാനത്തിൽ കൂടിയാണ് നമുക്ക് എന്താണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്, അത് പരമമായ ധ്യാനം എന്താണ്. അതുപോലെ നമ്മളെ ഹൃദയത്തിൽ പരമാത്മാവിനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ദിവ്യ ശ്യാമസുന്ദര രൂപത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധ്യാനയോഗത്തിൽ കാണുന്നത്. അടുത്ത ജ്ഞാന വിജ്ഞാന യോഗം, ജ്ഞാനവും വിജ്ഞാനവും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ആ ഒരു ഇതാണ്. അപ്പം അത് ഹരേ കൃഷ്ണ മാതാജി, അതായത് 7ാമത്തെ അധ്യായം ജ്ഞാന വിജ്ഞാന യോഗം, അത് 6ാമത്തെ അധ്യായം ധ്യാനയോഗമായിരുന്നു. ഈ 6 അധ്യായങ്ങളാണ് ഈ കർമ്മകാണ്ഡയിൽ വരുന്നത്. അതായത് കർമ്മയോഗം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ ഭഗവത്ഗീത 18 അധ്യായങ്ങളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 6 കാണ്ഡങ്ങളെ, ആദ്യത്തെ 6 അധ്യായങ്ങളെ പറയുന്നതാണ് കർമ്മയോഗത്തിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ കർമ്മകാണ്ഡയിൽ പെടുന്നതാണ്. നമ്മൾ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് ഒക്കെ ഉള്ള കാണിക്കുകയാണ്. അതായത് നമ്മളെല്ലാവരും സാധാരണഗതിയിൽ നമ്മൾ ഭഗവാന്റെ ആ ഒരു സേവനത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ കർമ്മത്തിൽ കൂടെയാണ്, നമ്മൾ കർമ്മം ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ആ ഒരു കർമ്മയോഗത്തിൽ കൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ഭഗവാന്റെ മെർസി കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു, തരും, നമുക്ക് ഭക്തി തരുന്നു. അങ്ങനെ ഇനി ഭക്തി യോഗം തുടങ്ങുവാണ് 7ാമത്തെ അധ്യായം തൊട്ട്. അപ്പൊ ഭക്തി യോഗത്തിലാണ് ഭഗവാൻ ഈ ജ്ഞാനവും വിജ്ഞാനവും എന്നുള്ളതിനെ പറ്റി പറയുന്നതും. അടുത്തത് 8ാമത്തെ അധ്യായത്തിൽ പരമപദ പ്രാപ്തി എന്ന് പറയും. പരമപദ പ്രാപ്തി, ഭഗവാന്റെ ധാമത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരാം എന്നൊക്കെയുള്ള ആ ഒരു ശ്ലോകം. 8ാമത്തെ ശ്ലോകത്തില് 8:5 ഭഗവാൻ പറയുന്നത് അന്ധകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളേവരം എന്ന് പറയുന്ന ആ ഒരു ശ്ലോകമൊക്കെ പറയുന്നത്. അതായത് അന്ത്യകാലത്ത് ആര് എന്നെപ്പറ്റി വിചാരിക്കുന്നു അല്ലെങ്കിൽ എന്നെ സ്മരിക്കുന്നുവോ അവർ എൻ്റെ ലോകത്തിൽ എൻ്റെ കൂടെ താമസിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ നമുക്ക് വാക്ക് തരുന്ന ആ ഒരു ഇതാണ്, ശ്ലോകമാണ് അത്. പിന്നെ അതുപോലെ തന്നെ 8.6
യം വ്യാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവൈതി കൗന്ദയ തഥാ സദാ സദ്ഭാവ ഭാവിത എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം അവസാന കാലത്ത് നമ്മൾ ആരെപ്പറ്റി വിചാരിക്കുന്നു, എന്തിനെപ്പറ്റി ആഗ്രഹിക്കുന്നു, നമ്മൾ ആ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരും. അടുത്ത ജന്മം അങ്ങനെയുള്ള ഒരു ശരീരം നമുക്ക് കിട്ടും. നമ്മൾ എന്താണോ ശരീരം വെടിയാൻ നേരത്ത് നമ്മളുടെ ആ ഒരു മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന് തക്കതായ ഒരു ശരീരം നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടും. ഭഗവാൻ ഭയങ്കര മെർസിഫുൾ ആയതുകൊണ്ട് നമുക്ക് കിട്ടും. പക്ഷെ നമ്മള് എന്താണ്, നമുക്ക് ഭൗതികമായ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു 2 നില വീട് പണിയാനുണ്ടായിരുന്നു, അതിലൊന്ന് ഉറങ്ങിയിട്ടെങ്കിലും എൻ്റെ ജീവൻ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഒരു കോടീശ്വരനായിട്ട് എൻ്റെ ജീവൻ വെടിയണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ജീവിതം ശരീരം വെടിയാൻ നേരത്ത് അതാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അടുത്ത ജന്മം വീണ്ടും നമുക്ക് അതിനുള്ള ഒരു ഡൈമേക്കർ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്തത് അല്ലെ. അടുത്ത ജന്മത്തിലേക്ക് എന്താകുമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം ഭഗവാൻ ഈ പരമപദപ്രാപ്തി 8ാം അധ്യായത്തിൽ അതിനെപ്പറ്റി എല്ലാം കൃത്യമായിട്ട് പറയുന്നു. അതുപോലെ 9ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗമാണ്, ഏറ്റവും ഉയർന്ന വിദ്യ. അതുകൊണ്ടാണ് രാജവിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഭഗവാനെ പറ്റി അറിയുക എന്നുള്ളതാണ് ഏറ്റവും പരമോന്നതമായ ആ ഒരു അറിവ് അല്ലെ. അത് വളരെ ഗുഹ്യവുമാണ്, വളരെ രഹസ്യവുമാണ്. അത് നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് അത് കിട്ടത്തില്ല. അത് വളരെ രഹസ്യമായതുകൊണ്ടാണ് രാജഗുഹ്യ യോഗ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഭഗവാനുമായിട്ടുള്ള ഭക്തിയുത സേവനത്തിൽ നമ്മൾ ചെയ്യുന്ന ബന്ധത്തെ പറ്റി ആണ് അതിനെപ്പറ്റി പറയുന്നത്. അടുത്തത് 10ാമത്തെ അധ്യായം. അതെന്താണ്? വിഭൂതി യോഗം. ഭഗവാൻ ഒരുപാട് വിഭൂതികളില്ല, അനന്തകോടി വിഭൂതികളുള്ള ആളാണ് ഭഗവാൻ അല്ലെ. ആ വിഭൂതികളെ പറ്റി എല്ലാം ഇതിൻ്റെ അകത്ത് പറയുകയാണ്. അപ്പൊ എല്ലാ കാരണങ്ങൾക്കും കാരണം എന്ന നിലയ്ക്കും എല്ലാ സാരാംശം എന്ന നിലയ്ക്കും കൃഷ്ണൻ സകല ജീവജാലങ്ങൾക്കും പരമമായ ആരാധനാ പാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭഗവാന്റെ ആ ഒരു വിഭൂതി യോഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത 11ാമത്തെ അധ്യായം ഭക്തി യോഗത്തിൽ തന്നെ ഈ ഭക്തി കാണ്ടായിൽ തന്നെ പെടുന്ന 11ാമത്തെ അധ്യായത്തിൽ വരുന്നതാണ് വിശ്വരൂപ ദർശനം. അപ്പം ഭഗവാന്റെ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കുന്നു അല്ലെ. ഭഗവാന്റെ ആ ഒരു വിശ്വരൂപ ദർശനം. ഭഗവാൻ ഒരുപാട് രൂപങ്ങളുണ്ട്, ഒരുപാട് അവതാരങ്ങളുണ്ട്. അപ്പൊ ഭഗവാന്റെ തന്നെ ആ ഒരു വിശ്വം മുഴുവൻ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രൂപത്തെ അർജുനന് കാണിച്ചു കൊടുക്കുന്നു. ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപം ഏതാണ്? ദ്വിഭുജ ശ്യാമസുന്ദര മുരളീധര രൂപം അല്ലെ. അതാണ് ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപം. അപ്പം ഈ വിശ്വരൂപ ദർശനം അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തത് 12ാമത്തെ അധ്യായം ഭക്തി യോഗം. അതായത് ഈ ഭക്തി കാണ്ട 6 അധ്യായത്തിലെ ഈ അവസാനത്തെ അത് ഭക്തി യോഗം. അപ്പൊ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടാണ് ഭഗവാൻ ആ ഭക്തിയുടെ ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. ശരിക്കും ഒരു ഭക്തൻ എങ്ങനെ ആകണം. അപ്പൊ ആദ്യം ആ കർമ്മ കാണ്ട എല്ലാം പറഞ്ഞു തരുന്നു. 6 അധ്യായത്തിൽ കൂടെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം എന്നെല്ലാം പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് 6 അധ്യായം, അതായത് ഈ 18 അധ്യായങ്ങളിലെ നടുക്കിരിക്കുന്ന ഏറ്റവും അതായത് മാധുര്യമാർന്ന, അതായത് നമ്മളൊരു സാൻഡ്വിച്ചിന്റെ അകത്താണ് അതിന്റെ സ്വീറ്റ് ഇരിക്കുന്നതെന്ന് പറയുന്നത് അല്ലെ. അന്ന് പറഞ്ഞ പോലെ 2 ബ്രെഡിന്റെ ഇടയ്ക്ക് സ്വീറ്റ് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ മിഡിലിൽ ഇരിക്കുന്ന സാധനമില്ല, ക്രീം. ആ ക്രീമാണ് ഈ പറയുന്ന ഈ 6 ഭക്തി കാണ്ഡങ്ങള്. അപ്പൊ ഈ ഭക്തി യോഗം. അടുത്തത് ഇനി വരുന്ന ജ്ഞാനയോഗമാണ്. ഈ ഭക്തി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനത്തിലേക്ക് എത്തണം. അതായത് നമ്മൾ കർമ്മം ചെയ്ത് ഭഗവാനിലേക്ക് ആ ഒരു ആസക്തി ഉണ്ടായി കർമ്മത്തിൽ കൂടെ. അപ്പൊ ഭഗവാന് നമ്മളോടൊരു മെർസി തോന്നിയിട്ട് നമുക്ക് എന്താണ്? ഭക്തി തരും. ഭക്തി തന്നിട്ട് നമ്മൾ ഭഗവാൻ ആരാണെന്നും നമ്മൾ എന്തിനു ഭഗവാനെ സേവിക്കണം, നമ്മളെ എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ എന്താണ് ഭഗവാൻ എന്താണ് ജ്ഞാന കാണ്ട നമുക്ക് ഉപദേശിച്ചിരിക്കുന്നത്. പിന്നെയുള്ള 6 അധ്യായങ്ങള് ഭഗവത്ഗീതയിലെ ജ്ഞാനകാണ്ഡങ്ങളാണ്. അറിവിന്റെ ഒരു സംഭരണി തന്നെയാണ് ഇനി തരുന്നത്. അതായത് ഭക്തി ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് അറിവ് കിട്ടണം, അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഭക്തി ഇല്ലാതെ അറിവ് മാത്രമാണെങ്കിൽ എന്താണ്? നമുക്ക് അഹങ്കാരം വരും അല്ലെ. നമ്മൾ പണ്ഡിതനാണെന്ന് നമ്മൾ അങ്ങ് ഓട്ടോമാറ്റിക്കലി വിചാരിച്ചു പോകും. നമ്മൾ 2 ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 3ാമത്തെ ദിവസം നമ്മൾ ഡോക്ടറേറ്റ് കിട്ടി, നമ്മളൊരു പണ്ഡിതനാണ്, നമ്മൾ വലിയൊരു ലെക്ചർ ആണെന്നുള്ള ഒരു അഹങ്കാരം നമുക്ക് അങ്ങ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഭക്തി തന്നിട്ട് ജ്ഞാനം ഭഗവാൻ തരുന്നു. അല്ലെങ്കിൽ ജ്ഞാനത്തിൽ കൂടെ ഭക്തിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ വലിയ പാടാണ്. ജ്ഞാനം അങ്ങ് കൂടി കഴിഞ്ഞാലും നമുക്ക് എന്താണ്? നമ്മൾ പിന്നെന്താണ് ആ ഡോക്ടറേറ്റ് തലത്തിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരും, അഹങ്കാരം വരുമ്പോൾ എന്താണ്? ഭഗവാൻ അത് ഞുള്ളിക്കളയും ഇടയ്ക്ക് എടുത്തിട്ട് അല്ലെ. അങ്ങനെ അഹങ്കാരം ഭഗവാന്റെ ഭക്തർക്ക് ആർക്കുണ്ടായാലും ഭഗവാൻ അത് ഞുള്ളിക്കളയും. അതുകൊണ്ട് അത് നമ്മൾ ആചാര്യന്മാർ ഇത് പറയുന്നില്ല, നമ്മൾ ഭക്തി മാർഗത്തിൽ കൂടെ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരണം. ഭഗവാൻ എന്താണ്?
പരമദിവ്യോത്തമ പുരുഷൻ ആരാണ്, നമ്മൾ എന്താണ് നമ്മളുടെ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിന്റെ ധർമ്മം എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ ജ്ഞാനമാർഗത്തിലേക്ക് പോകുക. അതാണ് നമ്മൾ പരമപ്രധാനമായ കാര്യം. ഈ ജ്ഞാന കാണ്ഡം ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞേക്കാം. അതിലെ ഒന്നാമത്തേത് 13-ാമത്തെ അധ്യായം, പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. എന്താണ് പ്രകൃതി, ഭൗതിക പ്രകൃതി എന്താണ്, ആരാണ് പുരുഷൻ, ആരാണ് ക്ഷേത്രജ്ഞൻ എന്നൊക്കെ വ്യക്തമാക്കി പറയുന്നു. അടുത്തത് അധ്യായം 14, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ ഭഗവാനെയൊക്കെ നിർഗുണൻ നിർഗുണൻ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഭഗവാനെ അല്ല, നമ്മളെയൊക്കെ ചിലർ നിർഗുണൻ എന്ന് പറയുന്നുണ്ട്. ഒരു ഗുണവും ഇല്ലെന്ന് പറഞ്ഞ് ചിലരൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഒരു ഗുണവും ഇല്ലാത്തവനാന്ന് പറയുന്നത്, ഒരു ഗുണം ഇല്ലാത്തവനാണ്. പക്ഷെ അത് ശരിക്കും സംസ്കൃതത്തിലുള്ള അതിന്റെ അർത്ഥം എന്താണ്? മൂന്ന് ഗുണങ്ങളും ബാധിക്കാത്തവനെയാണ് നിർഗുണൻ എന്ന് പറയുന്നത്. ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങൾ ഏതൊക്കെയാണ്? സത്വം, രജസ്, തമോ ഗുണങ്ങൾ. ഇതിലെ 3ലും ഉപരിയായിട്ടുള്ള ആളെയാണ് നിർഗുണൻ എന്ന് പറയുന്നത്. അപ്പൊ ആ നിർഗുണ പരബ്രഹ്മത്തെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്ന ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളെ പറ്റി നമ്മൾ അവിടെ പറയുന്നു. പിന്നെ 15-ാമത്തെ യോഗമാണ് ശരിക്കും ഭഗവാന്റെ പുരുഷോത്തമ യോഗം എന്ന് പറയുന്ന 15-ാമത്തെ അധ്യായം. അതായത് എങ്ങനെയാണ് ഭഗവാനെ ശരണം പ്രാപിക്കാനായിട്ട് ഭക്തിയുത സേവനത്തിൽ വ്യാപൃതനാകേണ്ടതെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു എന്നുള്ളത്. പുരുഷോത്തമൻ, പുരുഷന്മാരിലെ ഉത്തമനായിട്ടുള്ള ഭഗവാൻ. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹമായിട്ട് യോഗം ചേരേണ്ടത്, അദ്ദേഹമായിട്ട് നമ്മൾ കൂടിച്ചേർന്നിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നു. പിന്നെ അടുത്തത് നമ്മളുടെ 16-ാമത്തെ അധ്യായം, ദേവാസുര ഭാവങ്ങൾ. നമ്മൾക്ക് ഓരോരുത്തരിലും ദേവന്മാരുടെ അസുരന്മാരുടെയും ഭാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ടല്ലേ. ഈ ഭാവങ്ങളിൽ നിന്ന് എല്ലാം നമ്മള് ഉയരാനായിട്ട്. ആരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ശബ്ദം വരുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നുണ്ട്, അത് കാരണം നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വരുന്നവരൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാൻ. ഞാനത് എൻ്റെ എന്തൊക്കെയോ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ ചിന്ത വിട്ടുപോയി, എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോ. അതുകൊണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കുക കഴിവതും എല്ലാവരും. ഞാൻ ചോദിക്കുമ്പോഴത്തെ ആൻസർ പറയാനായിട്ട് മൈക്ക് ഓൺ ആക്കുക. അപ്പൊ അങ്ങനെ ഈ ദേവാസുര ഭാവങ്ങളാണ് അടുത്തത് 16-ാമത്തെ അധ്യായങ്ങൾ. പിന്നെ അടുത്തത് 17-ാമത്തെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധാവിഭാഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ശ്രദ്ധാവിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് നമ്മള് ഉയർന്ന് നമ്മൾ എങ്ങനെ ആ ശ്രദ്ധയോടുകൂടി ഭഗവത് സേവനം ചെയ്തിട്ട് ശാസ്ത്രങ്ങളുടെയും അതുപോലെ തന്നെ ആചാര്യന്മാരുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഭഗവാനിൽ ഉറച്ച വിശ്വാസവും ഭക്തിയും എങ്ങനെ ഊട്ടിയുറപ്പിക്കുന്നു എന്ന് പറയുന്നു ഈ ശ്രദ്ധാവിഭാഗങ്ങൾക്കകത്ത്. അടുത്തതാണ് ഈ പറയുന്ന ഈ ഫൈനൽ സ്റ്റേജ്. അതായത് നമ്മൾ ഈ പറയുന്ന കർമ്മകാണ്ഡങ്ങളിലൂടെയും ഭക്തിയിലൂടെയൊക്കെ കടന്നുപോയി പിന്നെ അടുത്തത് എന്താണ്? സന്യാസത്തിന്റെ പരിപൂർണതയാണ്. അവസാനത്തെ അധ്യായം 18-ാമത്തെ അധ്യായം, സന്യാസത്തിന്റെ പരിപൂർണത. അതുപോലെ ഈ ഒരു സന്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ വനത്തിൽ പോകുന്ന പണ്ടത്തെ ആ സന്യാസിമാരുടെ ആ ഒരു രീതിയായിട്ട് വിചാരിക്കരുത്. പൂർണ്ണമായിട്ടും ഭഗവാനിലുള്ള സമർപ്പണമാണ് ഈ സന്യാസി യോഗം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു ശ്ലോകവും നമുക്കറിയാമല്ലോ, നമ്മളുടെ ഭഗവത്ഗീതയിലെ 18:66 18-ാമത്തെ അധ്യായത്തിൽ. ആർക്കാണ് ഒന്ന് പറയാൻ പറ്റുന്നത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുചാ. അങ്ങനെ ഈ 18-ാമത്തെ അധ്യായമാണ് സന്യാസത്തിന്റെ പരിപൂർണത. എങ്ങനെ നമ്മൾ എന്താണ് ഭഗവാനിൽ സറണ്ടർ ആകുക അല്ലെ, ഭഗവാനിൽ സറണ്ടർ ആകുക. ഇതാണ് ഈ ഇത്രയും നമ്മൾ ഈ ഭഗവത്ഗീത മുഴുവൻ പഠിച്ചിട്ട് ആ പരമപ്രധാനമായ ആ ഒരു ഭാഗത്തിലേക്ക് എത്തിച്ചേരുന്നു. നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് എന്ന് ഇതിനകത്തൂടെ വ്യക്തമാക്കുന്നു. അങ്ങനെ ഈ 18 അധ്യായങ്ങള് ആണ് ഈ ഭഗവത്ഗീതയിൽ കൂടെ 18 അധ്യായങ്ങളായിട്ട് തിരിച്ച് ആചാര്യന്മാർക്ക് നമ്മൾ തന്നിരിക്കുകയാണ്. അങ്ങനെ ഈ 18 അധ്യായങ്ങളും പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് എന്ത് പരിവർത്തനം ഉണ്ടാകുന്നു, നമ്മളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ പരമപ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ ആ മാറ്റം വരാനായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിലും അത് നോക്കി ആ മാറ്റം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ആ മാറ്റം അവർക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അതാണ് നമ്മളുടെ ആ ഒരു വിജയം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ അത് പഠിച്ചതിലും മനസ്സിലാക്കിയതിലുള്ള ആ ഒരു പരമപ്രധാനമായ ആ ഒരു വിജയമാണ് ഈ പറയുന്ന ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളെ നമ്മൾ മനനം ചെയ്യുക, ആചരിക്കുക.
അതിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആചരിക്കുക, ഇതൊക്കെ. അപ്പൊ അങ്ങനെ ഹരേ ഹരേ കൃഷ്ണ പ്രഭുജി ഒന്ന് ലെഫ്റ്റ് ആവട്ടെ പ്രഭുജി. എന്താ ക്ലാസ് ആ ലെഫ്റ്റ് മാതാജി ആവണം. ലീവ് ചെയ്യണോ? ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളിപ്പോ എന്താണ് പറഞ്ഞു വന്നിരിക്കുന്നത്? ഈ ഒന്നാമത്തെ അധ്യായത്തിലെ തന്നെ ഈ ഈ ശ്ലോകങ്ങളെ ഒരു ഡിവിഷൻ ഉണ്ട്. അതിൽ ആ ഡിവിഷൻ നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. അതിലെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നതിൽ ആമുഖം എന്ന് പറയുന്ന 1.1 തൊട്ട് 1.27 വരെയുള്ള ശ്ലോകങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ ആണ്. നമ്മൾ ഒന്നാമത്തെ അധ്യായമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിലെ 1.1 തൊട്ട് 1.27 വരെയുള്ള ആ ശ്ലോകങ്ങളാണ് ആ ഒരു ഇൻട്രഡക്ഷൻ ആണ് പറയുന്നത്, അല്ലേ? ഇനി അത് അടുത്തതില് ഈ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെ പറ്റി വിവരിക്കുന്നതാണ് ശ്ലോകം 1. ഇനി അതിന്റെ സബ് ഡിവിഷൻ ആണ് പറയുന്നത്. ഈ ആമുഖത്തിന്റെ തന്നെ സബ് ഡിവിഷൻ പറയുകയാണ്. അതിൽ തയ്യാറെടുപ്പ്, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ശ്ലോകം 1.1 തൊട്ട് 1.11 ശ്ലോകം വരെയാണ്. 1 തൊട്ട് 11 വരെയുള്ള ശ്ലോകങ്ങളാണ് തയ്യാറെടുപ്പ്. അതുപോലെ തന്നെ ഈ സഞ്ജയൻ ഈ വിജയത്തിനുള്ള പാണ്ഡവർക്കാണ് വിജയമുണ്ടാകാൻ സാധ്യത എന്നൊരു സൂചന നൽകുന്ന ശ്ലോകങ്ങളാണ് 12ാമത്തെ ശ്ലോകം തൊട്ട് 20ാമത്തെ ശ്ലോകം വരെ. അതായത് പാണ്ഡവരുടെ പക്ഷത്താണ് വിജയം ഉണ്ടാകുന്നത് എന്നൊരു സൂചന നൽകുന്ന ശ്ലോകങ്ങൾ. പ്രഭുജി അത് ഒന്നും കൂടെ ഒന്ന് പറയണേ. പറയാൻ മതി. ആദ്യം മുതലല്ലേ? അതായത് ആമുഖ അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്, അതായത് മറ്റൊരു പ്രത്യേക കാര്യങ്ങളെ പറ്റിയും പറയാത്ത ഒരു ഇൻട്രഡക്ഷൻ, തുടക്കം എന്നുള്ള രീതിയിൽ പറയുന്നതാണ് 1 തൊട്ട് 27 വരെയുള്ള ശ്ലോകങ്ങൾ. അതിനുശേഷം യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെ പറ്റി വിവരിക്കുക. അതിനുശേഷമല്ല, ഇതിന്റെ ഉള്ളിൽ തന്നെയാണ്, ഈ ഇൻട്രഡക്ഷനുള്ളിൽ തന്നെയാണ് ബാക്കിയുള്ളത് വരുന്നത്. തയ്യാറെടുപ്പ്, യുദ്ധത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിനെ പറ്റി 1 മുതൽ 11 വരെയുള്ള ശ്ലോകം. 1 മുതൽ 11 വരെയുള്ള ശ്ലോകം. അടുത്ത 12 മുതൽ 20 വരെയുള്ള ശ്ലോകത്തിൽ എന്തിനെ പറ്റി പറയുന്നു? പാണ്ഡവർക്ക് ആണ് വിജയ സാധ്യത എന്ന ഒരു സൂചന നൽകുന്ന ശ്ലോകങ്ങൾ. സഞ്ജയൻ പറയുന്ന കുറച്ച് ശ്ലോകങ്ങളാണ് ഇവർക്ക് വിജയത്തിന് ഒരു സൂചന കൊടുക്കുന്ന ശ്ലോകങ്ങൾ. പിന്നെ കൃഷ്ണൻ ഭക്തവത്സലനാണ് എന്ന് പറയുന്ന ശ്ലോകങ്ങളാണ് 21 തൊട്ട് 27 വരെ. അതുപോലെ അർജുനൻ, പിന്നെയുള്ള ശ്ലോകങ്ങള് അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാനായിട്ട് പറഞ്ഞ 5 കാരണങ്ങൾ. അത് അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാനായിട്ട് പറഞ്ഞ 5 കാരണങ്ങൾ 28ാമത്തെ ശ്ലോകം മുതൽ 46ാമത്തെ ശ്ലോകം വരെ പറയുന്നു. അതിനെപ്പറ്റി ശ്രദ്ധിച്ചോണം. അർജുനൻ എന്തുകൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചതെന്ന് എന്ന് അർജുനൻ പറയുന്ന ആ ഒരു ശ്ലോകങ്ങൾ 28 മുതൽ 46 വരെ. ഇനി അതിന്റെ സബ് ഡിവിഷൻ ആണ് പറയുന്നത്. ശ്രദ്ധിച്ചോണം. ആമുഖത്തിന്റെ സബ് ഡിവിഷൻ ഞാൻ പറഞ്ഞു, ഇൻട്രഡക്ഷന്റെ സബ് ഡിവിഷൻ പറഞ്ഞു. അതുകൂടാതെ ഇനി 28 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളിലാണ് അർജുനൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അത് 28 മുതൽ 46 വരെ. ഇനി അതിന്റെ സബ് ഡിവിഷൻ ആണ് പറയാൻ പോകുന്നത്. ആ 5 കാരണങ്ങൾ. ഒന്ന് അനുകമ്പ. ആ അനുകമ്പ 28 മുതൽ 30 ശ്ലോകം. ആ അനുകമ്പ അർജുനൻ ഉണ്ടാകുന്ന ഒരു വികാരമാണ് അനുകമ്പ, അല്ലെ? ആ അനുകമ്പയെ പറ്റി പറയുന്ന ശ്ലോകങ്ങളാണ് 28 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ. പിന്നെ ആസ്വാദനത്തെ പറ്റി പറയുന്ന ശ്ലോകങ്ങളാണ് 31 മുതൽ 35 വരെ. ആസ്വാദനം. പിന്നെ അടുത്തത് പാപം ചെയ്യാനായിട്ടുള്ള പേടിയെ പറ്റി പറയുന്ന ശ്ലോകങ്ങളാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി പറയുന്ന ശ്ലോകങ്ങൾ 36 മുതൽ 38 വരെ. എന്തുകൊണ്ട് ഈ പാപം ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ശ്ലോകങ്ങളാണ് 36 മുതൽ 38 വരെ. ഇനി അടുത്തത്
കുടുംബാചാരങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യത്തിലുള്ള ധ്വംസനം ഇതിനെപ്പറ്റി പറയുന്ന, അതായത് കുടുംബാചാരങ്ങൾ പാരമ്പര്യമായിട്ട് പോന്നിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു ധ്വംസനം, അതിനെപ്പറ്റി പറയുന്ന ശ്ലോകങ്ങളാണ് 39 മുതൽ 43 വരെ. ഹരീഷ്ണ പ്രഭു അതൊന്നും കൂടി പറയൂ. കുടുംബ പാരമ്പര്യം, അതായത് കുടുംബ ആചാരങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യത്തിലുള്ള ധ്വംസനം, ഇതിനെപ്പറ്റി പറയുന്ന ശ്ലോകങ്ങൾ 39 ഒന്നാമത്തെ അധ്യായത്തിലെ 39 മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങൾ. അപ്പം നമ്മള് ഇപ്പം 18 അധ്യായങ്ങളെ പറ്റിയും പറഞ്ഞു. അതുപോലെ തന്നെ 1-ാം അധ്യായത്തിലെ നമ്മള് ഈ ആചാര്യന്മാര് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് ശ്ലോകം ഡിവൈഡ് ചെയ്ത് 1-ാമത്തെ അധ്യായത്തിലുള്ള ഈ 47 ശ്ലോകങ്ങളിലെ അഞ്ചാമത്തെ കാരണം പറഞ്ഞില്ലല്ലോ ഹരികൃഷ്ണ പ്രഭു, 4 കാരണങ്ങളെ പറഞ്ഞുള്ളൂ. 4 കാരണങ്ങൾ, 5 കാരണങ്ങളല്ലേ ഉള്ളേ? അല്ല, 5 പറഞ്ഞില്ലല്ലോ. ഇപ്പൊ 46 വരെ ഉണ്ടല്ലോ, 43 വരെ പറഞ്ഞുള്ളൂ. 46 വരെയാണ്. 46 വരെ ഉണ്ട്. 28 46 മുമ്പ് പറഞ്ഞു. 46 വരെ പറഞ്ഞിട്ടുള്ള കാരണങ്ങളുണ്ട്. പക്ഷെ ഈ 43 വരെ വരുമ്പോഴത്തേനും അത് തീരുന്നു. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ അതിലേക്ക് ചെല്ലുമ്പോഴത്തേനും മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന 5 കാരണങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. 5 പറഞ്ഞില്ലേ? അപ്പൊ 4 കാരണങ്ങളെ പറഞ്ഞല്ലോ. 1 അനുകമ്പ, 2 അനുകമ്പ, ആസ്വാദനം, പാപം ചെയ്യാനുള്ള പേടി, കുടുംബാചാരങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യത്തിലുള്ള ധ്വംസനം. പിന്നെ അടുത്ത ഒരു കാര്യം അതാണ് വിട്ടുപോയി, തീരുമാനമില്ലായ്മ. അത് പറഞ്ഞില്ല. അതല്ലേ, തീരുമാനമില്ലായ്മ. അതായത് യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ തീരുമാനം എടുക്കാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അതിനെപ്പറ്റി പറയുന്ന ശ്ലോകങ്ങളാണ് ബാക്കിയുള്ളത്. 44, 44, 45, 46. അപ്പൊ ഈ ശ്ലോകങ്ങളുടെ ആ ഒരു ഡിവിഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ 18 അധ്യായത്തെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യത്തെ ശ്ലോകങ്ങളിലെ ഡിവിഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഈ ഭഗവത്ഗീതയുടെ ഈ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കണം, ഈ ഭഗവത്ഗീത ഭഗവാൻ ആർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നോ, അല്ലേ? ഭഗവത്ഗീത ഭഗവാൻ ആദ്യം ആർക്കാണ് ഉപദേശിച്ചു കൊടുത്തത്? വിവസ്വനായ സൂര്യദേവനായ വിവസ്വനാണ് ഉപദേശിച്ചു കൊടുത്തത്. പിന്നെ അടുത്ത് അദ്ദേഹം ആർക്ക് കൊടുത്തു? മനുവിന് കൊടുത്തു. അങ്ങനെ പറഞ്ഞു പോന്നിരുന്ന ഈ ഒരു ജ്ഞാനം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോന്നപ്പോൾ അത് വീണ്ടും അർജുനനായിട്ട് ഉപദേശിച്ചു കൊടുത്തു. അർജുനന് ഇത് ഉപദേശിച്ചു കൊടുക്കാനായിട്ടുള്ള കാരണം എന്താണ്? അർജുനൻ എന്താണ്? ഭഗവാന്റെ ബന്ധുവായാണ്, പിന്നീട് സുഹൃത്തായി, പിന്നെ എന്താണ്? ബന്ധു, സുഹൃത്തും, പിന്നെ ഭക്തനായി, പിന്നെ അടുത്ത് എന്താണ്? അസൂയാലു അല്ലാത്ത ആളാണ്. ഭഗവാനിൽ അസൂയാലു അല്ലാത്ത ആള്. ഇത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ആ വിശിഷ്ടമായ ജ്ഞാനം അർജുനനെ തിരഞ്ഞെടുക്കാൻ കാര്യം. പിന്നെ അർജുനൻ എന്താണ്? ഒരു സാധാരണ വ്യക്തിയും അല്ല. അർജുനൻ സാധാരണ വ്യക്തി അല്ല എന്ന് പറയാൻ കാര്യം എന്താണ്? അർജുനൻ വില്ലാളി വീരനാണ്. അർജുനൻ ഇന്ദ്രന്റെ മകനാണ്. പിന്നെ വേറെ എന്താണ്? അർജുനൻ നരനാണ്, അല്ലെ? ഇവർ ഒരുപാട് കാലങ്ങളായിട്ട് ഇവര് ഒരുമിച്ച് അവതരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭഗവാനും, അല്ലെ? നരനും നാരായണനുമായിട്ട്. അപ്പൊ നരനാണ് അർജുനൻ, നാരായണൻ ഭഗവാനും, അല്ലെ? അപ്പൊ നരനാരായണന്മാരായിട്ട് അവതാരം എടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അർജുനൻ ഒരു സാധാരണ വ്യക്തിയല്ല. പക്ഷെ നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാകുകയാണല്ലേ ചെയ്യുന്നത്, അല്ലെ? ഭഗവാന്റെ അടുക്കൽ നിന്ന് ഈ ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ ഉയർത്തുകയാണ്, അല്ലെ? ഈ ഭഗവത്ഗീത ജ്ഞാനം തന്നെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഇത് എവർ ഫ്രഷ് ആണ്. അതാണ് ഭഗവത്ഗീതയുടെ ആ ഒരു കാര്യം. ഭഗവാൻ 5500 വർഷങ്ങൾക്ക് മുൻപേ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്ന ആ ജ്ഞാനം എപ്പോഴെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുണ്ടോ?
ഒരിക്കലുമില്ല. എത്ര യുഗം കഴിഞ്ഞാലും കാലം കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് ഈ എത്ര പുരാതനമായിട്ടുള്ള ആ യുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കും എത്ര മോഡേൺ ആയിട്ടുള്ള യുഗത്തിൽ കഴിയുന്ന ആൾക്കാർക്കും ഒരേപോലെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. മറ്റു പല കാര്യങ്ങളും ശാസ്ത്രമൊക്കെ എന്താണ് കുറെ കഴിയുമ്പോൾ അത് തുരുമ്പെടുത്ത് പോകും അല്ലെ. അത് പിന്നീട് ആപ്ലിക്കബിൾ അല്ല. കുറെ കാലം മുൻപേ വെച്ച് നമ്മൾ ഏതെങ്കിലും സംഹിതകളൊക്കെ ഇപ്പം ഈ കലിയുഗത്തിൽ അപ്ലൈ ആകുമോ? ഇല്ല. പക്ഷെ ഭഗവത്ഗീതയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പരമദിവ്യോത്തമപുരുഷന്റെ മുഖകമലത്തിൽ നിന്ന് വരുന്ന ആ ഒരു നോളേജ് ആയതുകൊണ്ട് അത് ഒരിക്കലും അതിനൊരു മൂല്യച്യുതി ഉണ്ടാകത്തില്ല. ഒരിക്കലും അത് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നില്ല. അതൊരു പഴക്കം ചെന്ന് പോകുന്നില്ല. അത് എപ്പോഴും എവർ ഫ്രഷ് ആണ്, ആ പുതുമയുള്ളതാണ്. അപ്പൊ അതുപോലെ ഈ അറിവ് ഭഗവാൻ ആദ്യം സൂര്യദേവന് കൊടുത്തു. സൂര്യദേവൻ മനുവിന്, മനു ഇക്ഷ്വാകുവിന്, അതുപോലെ പിന്നീട് അത് വീണ്ടും എന്താണ് അർജുനന് ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ അർജുനൻ ഉപദേശിച്ചു കൊടുക്കാനാണ് അർജുനന്റെ ക്വാളിറ്റി എന്താണ്? അർജുനൻ എന്താണ്? ബന്ധുവായിരുന്നു. ബന്ധുവായിരുന്നുള്ള ഒരു ക്വാളിറ്റി അല്ല, സുഹൃത്തായിരുന്നു, അതൊരു ക്വാളിറ്റി അല്ല. പിന്നെ എന്താണ്? ഭക്തനായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? അസൂയാലു അല്ലായിരുന്നു ഭഗവാനിൽ. ആ ഒരു ക്വാളിറ്റിയാണ് കൊണ്ടാണ് ഈ പരമസത്യം അദ്ദേഹം അർജുനെ തന്നെ തെരഞ്ഞെടുത്തത്. അതുപോലെ ഈ ഭഗവത്ഗീത അവിദ്യയിൽ നിന്ന് മാനവ സമൂഹത്തെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിദ്യയിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് പലതവണ ഈ വ്യാഖ്യാനത്തിൻ്റെ അത് പരമപുരുഷൻ, കൃഷ്ണൻ, ബ്രഹ്മൻ, പരമനീന്താവ്, പരമാത്മാവ് എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഭഗവാനെ നമ്മൾ പല രീതിയിൽ ഭഗവാൻ എന്ന് കാണാം, അല്ലെങ്കിൽ പരമനീന്താവ്, പരമപുരുഷൻ, പരമാത്മാവ്, ഇങ്ങനെ കുറെ വാക്കുകളിൽ നമ്മൾ ഭഗവാനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഇതിൻ്റെ ഈ ഭഗവത്ഗീതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അപ്പൊ ഇതിൻ്റെ അകത്ത് ഭഗവത്ഗീതയിൽ കൂടെ നമ്മൾ വേറൊരു കാര്യം പഠിക്കുന്നത് ആ ഭഗവാൻ നമുക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് മനുഷ്യൻ ഈ മൃഗതുല്യമായ വെറും പട്ടിയും പൂച്ചയും പോലുള്ള ജീവിതം നയിച്ചിട്ട്, അതായത് മൃഗതുല്യമായ ജീവിതം എന്താണ്? നമ്മള് ആഹാരം, നിദ്ര, എന്താ പറഞ്ഞ മൈഥുനം, അങ്ങനെയുള്ള 4 കാര്യങ്ങൾ, മൃഗങ്ങൾക്കും മനുഷ്യർക്കും തുല്യമായിട്ടുള്ള 4 കാര്യങ്ങൾ. അതായത് ആഹാരത്തിന് വേണ്ടി, ഉറങ്ങാൻ വേണ്ടിയിട്ടും, വെറുതെ എന്താ പറയുക പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ എതിരിടാനും വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലാണെങ്കിൽ, അത് കൂട്ടം പൂച്ചയും പട്ടിയൊക്കെ തമ്മിൽ ഇങ്ങനെ വഴക്ക് പിടിക്കുന്ന കാണാമല്ലോ. അതേപോലെ തന്നെ മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു മൃഗതുല്യമായ ജീവിതം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ തോന്നിയ രീതിയിൽ ജീവിക്കാനാണെങ്കിൽ മൃഗതുല്യമായ ഒരു ജീവിതം ജീവിക്കാൻ മനുഷ്യരും മൃഗം തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് മൃഗങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? മൃഗങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഭഗവാന്റെ ക്ഷേത്രം ഏതാണെന്ന്, ഭഗവാൻ ആരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഇല്ല. ചില നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗുരുവായൂർ കേശവൻ, അതുപോലുള്ള ചില സ്ഥലത്ത് ഒരു കാളയൊക്കെ ഉണ്ട്, നേപ്പാളിലൊക്കെ കാണാം. അവർ 108 തവണ വലം വെക്കുന്ന അങ്ങനെയുള്ള അപൂർവങ്ങളില് ചില മൃഗങ്ങൾക്കല്ലാതെ ഈ പരമപുരുഷൻ ആരാണ്, അതേ ക്ഷേത്രത്തിൽ പോകണം, നാമം ജപിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നമ്മൾക്ക് അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് എന്താണ് പറയുന്നത്? മൃഗങ്ങൾക്കും ബുദ്ധിയുണ്ട്. നമ്മൾക്ക് തന്നിരിക്കുന്ന ബുദ്ധി, ഭഗവാനെ അറിയാനായിട്ടുള്ള ബുദ്ധി നമുക്ക് തന്നിരിക്കുന്നു. ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി അതിനുള്ള ബുദ്ധി തന്നിരിക്കുന്നു. നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോകാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിയില്ല എങ്കിൽ നമ്മൾ മൃഗതുല്യമായ ജീവിതമാണ് നയിക്കുന്നത്. അപ്പൊ നമ്മള് ഭഗവത്ഗീതയിൽ കൂടെ പഠിക്കുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മാലിനി മാതാജി പറഞ്ഞാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും എന്നോട് ഒന്നത് പറഞ്ഞു തരണം. എന്തൊക്കെയാണ്? ആർക്കാ പറയാൻ പറ്റുന്നത്? ഈശ്വര അല്ലെ? ഈശ്വര ആരാണ്? ഈശ്വരൻ അല്ലെ? പിന്നെ അടുത്ത് എന്താണ്? ആരാണ് ഈശ്വരൻ? നമുക്ക് എല്ലാവർക്കും അറിയാലോ ആരാണ്? പരമദിവ്യത്വപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഈശ്വരൻ. അതുപോലെ തന്നെ ആരാണ്? ജീവാത്മാവ്. ജീവാത്മാവിനെ പറ്റി പറയുന്നു ഭഗവത്ഗീതയിൽ. ഈശ്വരൻ, ആത്മാവ്, കാലം, പ്രകൃതി. കാലം, കർമ്മം, പ്രകൃതി അല്ലെ? അപ്പം പ്രകൃതിയെ പറ്റി പറയുന്നു. കാലം എന്ന് പറയുന്നതാണ് ടൈം.
ഭഗവാൻ പറയുന്നില്ലേ ഞാനാണ് കാലസ്വരൂപൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ജീവ ആരാണ്? ജീവാത്മാവ്. നമ്മൾ ജീവാത്മാവ് ആരാണ്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ. ജീവാത്മാവ് ആരാണ്? ഭഗവാന്റെ അംശം നമ്മുടെ ഭഗവാന്റെ അംശം. മമേവാംശ ജീവലോകെ ജീവഭൂത സനാതന. നമ്മൾ ഭഗവാന്റെ ശാശ്വത അംശം ആണ് അല്ലെ? നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ശാശ്വത അംശമാണ്. പരമദിവ്യോത്തമ പുരുഷന്റെ അംശമാണ്. അതാണ് ജീവാത്മാവിന്റെ സ്വരൂപം. നമ്മളെ ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള സ്വഭാവം അല്ലെ? അതാണ് നമ്മളുടെ യഥാർത്ഥ ഭാവം. പിന്നെ അടുത്ത് എന്താണ്? പ്രകൃതി അല്ലെ? പ്രകൃതി എന്താണെന്ന് പറഞ്ഞിരുന്നു. ഭഗവാന്റെ ഭൗതിക പ്രകൃതിയും ആത്മീയ പ്രകൃതിയെ പറ്റിയൊക്കെ അതിനകത്ത് പറയുന്നു. പിന്നെ എന്താണ്? കാലം, അല്ലെങ്കിൽ ഞാൻ കാലസ്വരൂപനാണെന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ എന്താണ്? കർമ്മം. നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് അല്ലെ? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാനെ സേവിക്കുക. ഫലേച്ഛയില്ലാതെ കർമ്മം, അല്ലെങ്കിൽ നിഷ്കാമ കർമ്മം ചെയ്യണം അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ പറ്റിയാണ് ഭഗവത്ഗീതയിൽ കൂടെ പറയുന്നത്. എന്താണ്? ഈശ്വര, ജീവ, പിന്നെ എന്താണ്? പ്രകൃതി, കാല, കർമ്മം. കാലം, കർമ്മം. ഇങ്ങനെ ഈ 5 കാര്യങ്ങളെ പറ്റിയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കി ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഭഗവാൻ മനുഷ്യര് ശരിക്കുള്ള നമ്മളുടെ ഭാവം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശമാണ്, ശാശ്വത അംശമാണ്. നമ്മൾ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ്. നമ്മൾ എന്തിന് ഇവിടേക്ക് വന്നു, നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് വന്നു, എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം, നമ്മൾ എങ്ങോട്ടേക്ക് പോകണം. ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ആ ഒരു തത്വമാണ് ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ്. ആത്മാവ് എന്താണ്? ഭഗവാന്റെ നിത്യദാസൻ എന്നുള്ള ഭാവം ആത്മാവിന്റെ. അതുപോലെ തന്നെ ഭഗവാന്റെ ശാശ്വത അംശമാണ് ആത്മാവ്. അതുപോലെ നമ്മൾ എന്തിനിങ്ങോട്ട് വന്നു, എന്തിന് ഈ ഭൗതിക ലോകത്തേക്ക് വന്നു, നമ്മുടെ സ്വഭാവനം എവിടെയാണ്, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ആരാണ്? ഭഗവാന്റെ ശാശ്വത അംശം അല്ലേ? ഭഗവാന്റെ ശാശ്വത അംശമാണ്. നമ്മളുടെ യഥാർത്ഥ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നിത്യദാസനാണെന്നുള്ള ഭാവമാണ് നമ്മളുടെ ജീവാത്മാക്കളുടെ. പിന്നെ നമ്മൾ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഭഗവാന്റെ ധാമത്തിൽ നിന്ന് വന്നു. നമ്മൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? ഭഗവാന്റെ ധാമത്തിലേക്കാണ് പോകേണ്ടത്. നമ്മളുടെ എന്താണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി? ഭഗവാന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ചെയ്ത് ഭഗവാന്റെ ഈശ്വര സാക്ഷാത്കാരം നേടി നമ്മൾ സ്വധാമത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഒരു ധർമ്മം. ആ ധർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഭഗവത്ഗീതയിൽ കൂടെ നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇനി നമ്മൾ ഒരു ജീവാത്മാവിന്റെ ആ ശരിയായിട്ടുള്ള ധർമ്മം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണെന്നൊക്കെ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇനി ശരിക്കും ഭഗവത്ഗീതയിലേക്ക് തുടങ്ങുവാണ്. അപ്പൊ നമ്മുടെ സമയം ഒക്കെ തീരാറായി. എന്നാലും ഞാൻ 1-ാമത്തെ ശ്ലോകം മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് പോകാം. അപ്പം നമ്മളുടെ ആചാര്യ പരമ്പരയുടെയും ഗുരുക്കന്മാരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. കാര്യം ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാനും തെറ്റില്ലാതെ അത് നിങ്ങളിലേക്ക് എത്താനും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും കൃപയും പ്രാർത്ഥനയും ഒക്കെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ അതിന് എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ ഞാൻ ഒരു നമസ്കാരം അർപ്പിക്കുകയാണ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാമി സ്വപാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാനിതാം ചാം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം.
വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമാചാര്യായ പദായ നിത്തായ കൃപാപ്രദായിനി ഗൗരഗദാദാമോദായ നഗരഗ്രാമതാരിണീം. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാൻ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഞാൻ ഈ സമയത്ത് ഞാൻ എൻ്റെ ആദ്യ വർത്തമാന പ്രതിഷ്ഠാ ഗുരുവായ രാസാനന്ദ പ്രഭു, അദ്ദേഹമാണ് എന്നെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എന്നെ ആദ്യമായിട്ട് ഇതിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്ന വേണുഗോനന്ദൻ പ്രഭു, അതുപോലെ പിന്നെ എന്നെ 7 വർഷമായിട്ട് ഭഗവാനെ പറ്റി കൃഷ്ണാബോധത്തിൽ എനിക്ക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് വന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നിന്ന് ഈ ഖത്തറിൽ നിന്ന് വിരമിച്ചു പോയ രവി ഗൗരംഗദാസ് പ്രഭു അല്ലെങ്കിൽ ഗുരുപ്രഭു, അദ്ദേഹത്തിൻ്റെ എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. അപ്പം അങ്ങനെ ആദ്യത്തെ ശ്ലോകം, അധ്യായം 1, കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. ധൃതരാഷ്ട്രൗവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയാം. ധൃതരാഷ്ട്രൗവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയാം. ധൃതരാഷ്ട്രൗവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി മൈക്ക് ഓണാക്കിയിട്ട് ശ്ലോകം ഒന്ന് വായിച്ചോളൂ. ഞാൻ വായിക്കട്ടെ? വായിച്ചു. മാധവി രാധ മാതാജി ആണെങ്കിലും വായിച്ചു. ധൃതരാഷ്ട്രവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമവാ പാണ്ഡവച്ചൈവ കിമകുർവത സഞ്ജയ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാ ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീത മാതാജി. ഹരേ കൃഷ്ണ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഷിബി മാതാജി. കൃഷ്ണ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കിയില്ല. എന്നാൽ രതിദേവി മാതാജി. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദയുത്സവ മാമകാ പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. സുജന മാതാജി ഒന്നുകൂടെ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാൻ ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് സമയക്കുറവായിരുന്നു, എല്ലാവർക്കും വായിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ
പദാനുപത തർജ്ജമം ശ്രീല പ്രഭുപാദരുടെ പദാനുപത തർജ്ജമ. ധൃതരാഷ്ട്ര രാജാവ് ഉവാച പറഞ്ഞു, സഞ്ജയ, ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രെ തീർത്ഥാടന സ്ഥലമായ കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് സമവേദ ഒന്നിച്ചുകൂടിയവരും യുത്സവ യുദ്ധോത്സുകരായ മാമക എന്റെ മക്കളും പാണ്ഡവ ചയേവ പാണ്ഡവന്മാരും കിം എന്ത് അകുർവത ചെയ്തു. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? അപ്പം ധൃതരാഷ്ട്രർ പറഞ്ഞു. ധൃതരാഷ്ട്രർ ആരാണ്? കൗരവരുടെയൊക്കെ പിതാവ്. അദ്ദേഹം ആരോടാണ് പറഞ്ഞു? സഞ്ജയനോട് പറഞ്ഞു, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു? അപ്പൊ നമ്മള് ഈ സന്ദർഭം ഏതാണ് എന്ന് നമ്മൾ നോക്കണം. എന്തായിരുന്നു ഈ സന്ദർഭം? യുദ്ധക്കളത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിനാണ് അതെ. ഈ യുദ്ധ സന്ദർഭം എന്തായിരുന്നു? യുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? നമ്മളപ്പോ അതിലേക്ക് നോക്കാം. ആദ്യം നോക്കേണ്ടത് എന്താണ്? ഈ ഇവരുടെ വംശം ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. ഭീഷ്മദേവരുടെ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ശാന്തനു മഹാരാജാവ് തൊട്ട് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു സമ്മറി പറയാം. എന്തായിരുന്നു ഇവിടം വരെയുള്ള കാര്യങ്ങൾ ഒരു ജസ്റ്റ് സമ്മറി പോലെ ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാം. അപ്പൊ ആദ്യം ശാന്തനു മഹാരാജാവ് ഗംഗാദേവിയിൽ ഉണ്ടായ മകനാണ് ആര്? ഭീഷ്മദേവർ അല്ലേ? ഗംഗാദേവിയിൽ ഉണ്ടായ. അപ്പൊ ശാന്തനു മഹാരാജാവും ഗംഗാദേവിയും ഒക്കെ ആരായിരുന്നു എന്ന് നമ്മൾ നോക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ദേവവ്രതൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അദ്ദേഹം ഈ പറയുന്ന ശാന്തനു മഹാരാജാവ് ഗംഗാദേവി പിരിഞ്ഞു പോയതിനു ശേഷം സത്യവതി എന്ന ഒരു മത്സ്യഗന്ധിയെ ഇഷ്ടം തോന്നുകയും അങ്ങനെ സത്യവതിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായ 2 പുത്രന്മാരാണ് ആരൊക്കെ? ചിത്രാംഗതനും വിചിത്രവീര്യനും. അങ്ങനെ പിന്നെ ഈ സത്യവതിയിൽ തന്നെ പരാശരമുനിയിൽ ഉണ്ടായ ഒരു പുത്രനാണ് ആരാണ്? വേദവ്യാസൻ. വേദവ്യാസനെ നമ്മള് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ എന്ന് പറയുന്നു. 28 വ്യാസദേവന്മാരുണ്ട്. അതിലെ കൃഷ്ണദ്വൈപായന വ്യാസദേവൻ അങ്ങനെ ആണ് നമ്മൾക്ക് ഈ പറയുന്ന ഇത് പൂർത്തിയാക്കിയത്. ഈ പറയുന്ന മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ ഒരുപാട് വ്യാസദേവന്മാരെ വന്ന് എഴുതി വെച്ചിട്ട് പോയ കാര്യങ്ങൾ ഇദ്ദേഹമാണ് പൂർത്തിയാക്കി. കൃഷ്ണദ്വൈപായന വ്യാസദേവൻ, സത്യവതിയിൽ പരാശര മുനിക്ക് പിറന്ന വ്യാസദേവൻ. കൃഷ്ണൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം കറുപ്പ് എന്നാണ്. ദ്വൈപായൻ എന്ന് പറഞ്ഞ ദ്വീപിൽ ഉണ്ടായത് കൊണ്ട് വ്യാസദേവൻ എന്ന് പറഞ്ഞ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആളെ നമ്മള് വ്യാസൻ എന്ന് പറയാം. അപ്പൊ കൃഷ്ണദ്വൈപായന വ്യാസദേവനാണ് ഈ പറയുന്ന നമ്മൾക്ക് ഈ ജ്ഞാനമൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ആളല്ലേ. അപ്പൊ അങ്ങനെ ഈ സത്യവതിയിൽ ഉണ്ടായ 2 മക്കള്, അതിലെ ചിത്രാംഗതൻ മരണപ്പെട്ടു. അതുപോലെ വിചിത്രവീരന് ഭരണകാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്തൊരു അവസ്ഥയിൽ അദ്ദേഹവും പിന്നീട് മരണമടഞ്ഞ സമയത്ത് ഈ സത്യവതി ഈ കുലം നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ആദ്യ പുത്രനായ വേദവ്യാസനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ വിചിത്രവീരന്റെ ഭാര്യമാരായ അംബിക, അംബാലിക, അങ്ങനെ അംബിക എന്ത് ചെയ്യുന്നു? വേദവ്യാസനെ കണ്ടപ്പോൾ കണ്ണടയ്ക്കുന്നു. അങ്ങനെ അംബികയ്ക്കുണ്ടായ പുത്രൻ ജന്മന അന്ധനായിട്ട് പിറന്നു. അങ്ങനെ ആണ് ധൃതരാഷ്ട്രം ഉണ്ടായത്. പിന്നെ അംബാലിക വേദവ്യാസനെ കണ്ടപ്പോൾ എന്താണ്? വെളുത്തിരുന്നത് കൊണ്ട് അവർക്കുണ്ടായ പുത്രൻ പാണ്ഡോടുകൂടി ജനിച്ചു, പാണ്ഡുവായിട്ട് ജനിച്ചു. പിന്നെ അടുത്തത് ദാസിയിലുണ്ടായ പുത്രൻ, ദാസി പരിചരിച്ചുകൊണ്ട് ദാസിയിലുണ്ടായ പുത്രൻ എന്താണ്? വളരെ ധർമ്മിഷ്ഠനായ ആളായിട്ട് ആണ് ഉണ്ടായത്, വിതുരനായിട്ട്. വിതുരൻ ആരുടെ ജന്മമായിരുന്നു? ആർക്ക് ശാപം കിട്ടിയാണ് വിതുരനായിട്ട് ജനിച്ചത്? ദാസീപുത്രനായിട്ട് യമരാജാവിന് അല്ലെങ്കിൽ കാലന് ശാപം കിട്ടിയാണ് യമരാജാവായിട്ട് ദാസീപുത്രനായിട്ട് ജനിക്കേണ്ടി വന്നു. ആ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടാണല്ലോ അല്ലെ? എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അതൊന്നും പറയാണ്ട് സമയമില്ല നിങ്ങൾക്ക്. ഉറുമ്പിനെ, അതായത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉറുമ്പിനെ ഉപദ്രവിക്കില്ലേ? ഉറുമ്പിന്റെ ആസനത്തിലൊക്കെ എന്തുകൊണ്ട് പുല്ല് കൊണ്ടൊക്കെ കുത്തി വേദന എടുപ്പിച്ചു.
എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, തുമ്പിയെ എങ്ങനെ കോർക്കുക, എന്തെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ഓർക്കും ഇതൊക്കെ ഇതിന് മാത്രമൊക്കെ ശിക്ഷ കിട്ടുമെന്നല്ലേ. പേടിക്കണ്ട. അപ്പൊ അതുകൊണ്ട് അതാണ് വിതുരർ അല്ലെ. വിതുരർ അപ്പം വളരെ ധർമ്മരാജാവിന്റെ അവതാരമാണ്, അതുകൊണ്ട് വളരെ ധർമ്മിഷ്ഠനാണ്. അങ്ങനെ ഇവര് ജന്മനാൽ തന്നെ അന്ധനായിരുന്നു. ഈ പറയുന്ന ധൃതരാഷ്ട്രൻ അന്ധനായിട്ട് കാരണം 100 ഉറുമ്പുകളുടെ കണ്ണ് കുത്തി പൊട്ടിച്ചു അല്ലെ. കുത്തി പൊട്ടിച്ചപ്പോ ശിക്ഷ കിട്ടിയെന്നാണ് 100 ജന്മം അന്ധനായിട്ട് ജീവിക്കാനും, അതുപോലെ തന്നെ 100 പുത്രന്മാരുണ്ടാകട്ടെ, അതുപോലെ 100ാമത്തെ ജന്മം 100 പുത്രന്മാരുണ്ടായി കഴിഞ്ഞിട്ട് അതായത് ജന്മനാൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അന്ധനായിട്ടിരിക്കട്ടെ, അങ്ങനെയൊക്കെയുള്ള ഇതാണ് കിട്ടിയത്, ശാപമാണ് കിട്ടിയത് ഈ പറഞ്ഞ ധൃതരാഷ്ട്രക്ക് അല്ലെ. അപ്പം അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായി. പുത്രന്മാരോടുള്ള എന്താ പറയുക അമിതമായ ആ ഒരു വാത്സല്യവും ഒക്കെയാണ് ഈ 1ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. എന്റെ പുത്രന്മാരും അല്ലെ. അപ്പൊ അവിടെ എന്റെ എന്നുള്ള ആ ഒരു അഹങ്കാരം അവിടെ ധ്വനിച്ചിരിക്കുക അല്ലെ. എന്റെ പുത്രന്മാരും ആ പാണ്ഡവരും എന്ത് ചെയ്യുന്നു. ഈ യുദ്ധത്തിനൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ ആ ഒരു പുത്രവാത്സല്യമാണ് ഈ പറയുന്ന യുദ്ധത്തിനൊക്കെ ഉള്ള ഒരു കാരണം. അങ്ങനെ പാണ്ഡു ആയിരുന്നു രാജ്യം ഭരിച്ചിരുന്ന കാര്യം, ഇദ്ദേഹം അന്ധനായിരുന്നത് കൊണ്ട്. അങ്ങനെ പാണ്ഡു പിന്നെ 2 പത്നിമാര് ആരൊക്കെയായിരുന്നു? കുന്തിയും മാദ്രിയും. മാദ്രി അതുപോലെ തന്നെ പാണ്ഡുവിനോടൊപ്പം തന്നെ ഒരു മുനിശാപം കൊണ്ട് അങ്ങനെ അവർ മരിച്ചു. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ പാണ്ഡു അങ്ങനെ മരിച്ചു. അതുപോലെ തന്നെ പല ദേവന്മാരുടെ വരദാനമായിട്ട് ഇവർക്ക് 5 പുത്രന്മാരുണ്ടായി, കുന്തിയിലും മാദ്രിയിലുമായിട്ട്. അത് യമധർമ്മദേവന്റെ വരദാനമായിട്ടുണ്ടായത് യുധിഷ്ഠിരൻ, പിന്നെ വായുദേവന്റെ വരദാനമായിട്ടുണ്ടായത് ഭീമൻ, അതുപോലെ ഇന്ദ്രദേവന്റെ പുത്രനായിട്ടുണ്ടായത് അർജുനൻ, അതുപോലെ അശ്വിനി ദേവന്മാരുടെ പുത്രനായിട്ടുണ്ടായത് നകുല സഹദേവൻ മഗധയ്ക്ക് ഉണ്ടായത്. അപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്ന ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, വിശദമായിട്ട് പറയാതെ. നിങ്ങൾ എല്ലാവരും മഹാഭാരത സീരിയലൊക്കെ കണ്ട് ഇതെല്ലാം അറിയാമായിരിക്കും നിങ്ങൾക്കെല്ലാം. അങ്ങനെ ഇരിക്കെ ചെയ്ത് ഇവര് ദ്രുപദ രാജാവിന്റെ മകളായ ദ്രൗപദിയെ അതുപോലെ ഇവരുടെ വനവാസ കാലത്ത് ഈ വനവാസകാലം ഇതിനൊക്കെയുള്ള സന്ദർഭം എന്താണ്? ഇവരെ അരക്കില്ലത്തിൽ വെച്ചിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചു. അരക്കില്ലത്തിൽ വെച്ചിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചു. പിന്നെ ഇവർക്ക് എന്താണ് ഒരു സെന്റ് സ്ഥലം പോലും അല്ലെങ്കിൽ ഒരു തുണ്ട് സ്ഥലം പോലും കൊടുക്കാനായിട്ട് തയ്യാറാകാത്ത ഒരവസ്ഥ വന്നു. ഭഗവാൻ മധ്യസ്ഥനായി പോകേണ്ടി വന്നു. ഈ പറയുന്ന സന്ദർഭങ്ങളെല്ലാം ഞാൻ ഓടിച്ചു വിടുകയാണ്, വലിയ കഥയാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ മധ്യസ്ഥനായി പോയി. അത് എന്നിട്ടൊന്നും അവർ ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല എന്നുള്ള ഒരു കണ്ടീഷനിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ചൂതുകളി നടന്നു. എന്നിട്ട് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം, പിന്നെ 13 വർഷം വനവാസകാലം, അതിലെ 1 വർഷം അജ്ഞാതവാസം, അതുപോലെ വിരാടരാജൻ രാജ്യത്ത് ഒളിവിൽ താമസിച്ചു. അവിടെ വെച്ചിട്ടാണ് കീചകനെ വധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവര് അർജുനനൊക്കെ സ്ത്രീയായിട്ട് അവിടെ ബൃഹന്തലായിട്ട് ജീവിക്കുന്നതൊക്കെ അവിടെയാണ്. പിന്നെ അർജുനന്റെ മകനായ അഭിമന്യു, സുഭദ്രയുടെ മകനായ അഭിമന്യു ഉത്തര രാജാവിന്റെ മകളായ ഉത്തരയെ വിവാഹം കഴിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം അവിടെ വെച്ചിട്ട് നടക്കുന്നത്. അങ്ങനെ ഇവരുമായിട്ട് വീണ്ടും ദൂതൊക്കെ പോയി ഭഗവാനെ അവിടെ ബന്ദിയാക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സാഹചര്യത്തില് യുദ്ധം തന്നെയാണ് ഇതിനൊരു പോംവഴി. അതായത് ഇവർക്ക് അവകാശപ്പെട്ട രാജ്യം തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. 13 വർഷം വനവാസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാവുന്നതാണ് എഗ്രിമെന്റ്. അതനുസരിച്ചിട്ട് കൊടുത്തില്ല. അങ്ങനെ ആയപ്പോൾ യുദ്ധം മാത്രമാണ് വഴി എന്ന് മനസ്സിലാക്കി യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അങ്ങനെ ഭഗവാനുമായിട്ടൊരു ഇതുണ്ട്. അതായത് ഭഗവാന്റെ അടുക്കൽ നിന്ന് ദുര്യോധനൻ ചെല്ലുന്നുണ്ടല്ലേ വരത്തിന് വേണ്ടി ചെല്ലുമ്പോഴത്തേന് തലയുടെ ഭാഗത്ത് ആരും നിൽക്കുന്നു? ദുര്യോധനൻ തലയുടെ ഭാഗത്ത് നിൽക്കുന്നു. അർജുനൻ അവിടെ നിൽക്കുന്നു കാലിന്റെ അടുത്ത് അല്ലേ. ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ പാദ കമലത്തിൽ ശരണാഗതി അടിയുന്നവരാണ് ഇഷ്ടം അല്ലേ. അപ്പൊ ഏറ്റവും ആദ്യം ഭഗവാൻ ഉണരുമ്പോഴേ ചോദിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു ദുര്യോധനൻ. പക്ഷെ ഭഗവാൻ ആദ്യം കാണുന്ന എന്താണ്? തന്റെ ഏറ്റവും വലിയ ഭക്തനും സുഹൃത്തും ഒക്കെ ആയ അദ്ദേഹത്തിനെയാണ് കാണുന്നത്. അങ്ങനെ അർജുനനോട് ചോദിക്കുന്നു. അപ്പം അർജുനോട് ചോദിച്ചു കഴിയുമ്പം ദുര്യോധനുമായിട്ടൊരു വിലപേശലാകുന്നു. ദുര്യോധനൻ പറഞ്ഞു, ഞാനാണ് ആദ്യം വന്നത്, ഞാനാണ് താങ്കളുടെ തലയുടെ ഭാഗത്ത് നിന്ന്, അതുകൊണ്ട് എനിക്ക് ആദ്യം തരണം എന്ന് പറഞ്ഞു. അപ്പം ഭഗവാനായിട്ട് ഓപ്ഷൻ പറയാണ്. അതായത് എൻ്റെ ഈ നാരായണീ സേന മുഴുവനും ഉണ്ട്, പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ആയുധം എടുക്കില്ല, ഞാൻ അവരുടെ കൂടെ വെറുതെ നിൽക്കുകയുള്ളൂ, ഞാൻ മാത്രമേ കാണുള്ളൂ.
അതുപോലെ എതിർഭാഗത്ത് ഉള്ള ആൾക്ക് നാരായണീ സേന മുഴുവൻ കാണും. അങ്ങനെ പറയുന്ന ആ ഒരു സന്ദർഭത്തിൽ ദുര്യോധനൻ എന്താണ്, ആരെയാണ് സ്വീകരിക്കുന്നത്? ഭഗവാന്റെ അശ്വമണിപ്പടയുണ്ട്. ആ അശ്വമണിപ്പടയിലെ ആ നാരായണീ സേനയെ മുഴുവനും ദുര്യോധനൻ അങ്ങ് സ്വീകരിച്ചു. അർജുനൻ എന്ത് ചെയ്തു? ഭഗവാനെ മാത്രം. അപ്പം ദുര്യോധനൻ വിചാരിക്കുന്നത് എന്താണ്? ഈ ആയുധമില്ലാതെ നിൽക്കുന്ന നിരായുധനായ ഈ പറയുന്ന കൃഷ്ണനെ കൊണ്ട് എന്ത് ഗുണം എന്ന് വിചാരിച്ചു അല്ലേ? അപ്പം ശരിക്കും ആ ഭഗവാന്റെ ആ ഒരു ബുദ്ധിയിലാണ് കാര്യങ്ങൾ മുഴുവൻ നടന്നത്. ഭഗവാൻ വിചാരിച്ച പോലെ ഭഗവാനാണ് ഇതിന്റെ സംവിധായകൻ അല്ലേ? അപ്പം ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മളെ പോലുള്ള മൂഢന്മാരെന്താണ്, നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ ഒക്കെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നു. നമ്മുടെ മുൻപിൽ സാക്ഷാൽ ഭഗവാൻ, അതായത് ധ്രുവ മഹാരാജാവിന്റെ കഥയിൽ കൂടെ അറിയാം, നമ്മള് സാക്ഷാൽ എന്താണ് ഡയമണ്ട് ആണ് മുൻപിൽ നിൽക്കുന്നത്. ഞാൻ എന്താണ് ഒരു കുപ്പിച്ചില്ലിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്, എന്താണ് അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ ആഗ്രഹിച്ചു. സാക്ഷാൽ ദേ ഭഗവാന് ആ ഡയമണ്ടിന്റെ ഒക്കെ ഖനി തന്നെ വന്ന് മുമ്പിൽ നിൽക്കുകയാണ്. എനിക്ക് പിന്നെ അതിൽ പറയാൻ എന്താണ് വേണ്ടത്? പക്ഷെ പിന്നീട് എന്ത് ചോദിക്കണമെന്നോ എന്താണെന്നൊന്നും ധ്രുവൻ ഓർത്തില്ല. പക്ഷെ ഭഗവാൻ എന്താണ് കൊടുത്തത്? മുത്തച്ഛന്റെ സാമ്രാജ്യത്തെക്കാളും, അച്ഛന്റെ മടിയിൽ മാത്രം ഇരിക്കാനല്ല, മുത്തച്ഛനായ ബ്രഹ്മദേവന്റെ സാമ്രാജ്യത്തെക്കാളും വലിയ ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചു കൊടുത്തു. അപ്പം ആ ഭഗവാനാകുന്ന ഡയമണ്ട് നമ്മളിൽ ഓരോരുത്തരിലും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളപ്പം വെറുതെ കുപ്പിച്ചിലിന്റെ പുറകെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. അപ്പൊ ആ ഭഗവാനെ നമ്മളുടെ കൂടെ നിർത്തി ഭഗവാൻ നമ്മളുടെ ബുദ്ധിയായിട്ട് വന്ന് നമ്മളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും എന്താണ് നമ്മള് അർജുനന്മാരാകണം. നിങ്ങൾ എല്ലാവരും ഗോപികമാരാണെന്ന് ഞാൻ എന്റെ ഗോപികമാരല്ല, ഭഗവാന്റെ ഗോപികമാരാണ് നിങ്ങളപ്പോ ഗോപിക ഭാവത്തിൽ നിന്ന് ദേവി മാതാക്ക് ചിരി വരുന്നുണ്ടായിരിക്കില്ലേ ഞാൻ ബസ്സിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പോലെയുള്ള നിങ്ങളെല്ലാവരും അമ്മ ഗോപികമാരാണ്. അപ്പൊ അമ്മ ഗോപികമാരെ ഗോപികയുടെ ഭാവം വിട്ടിട്ട് നിങ്ങളെല്ലാവരും എന്താണ് വിദ്യാർത്ഥികളായിട്ട്, അതായത് നിങ്ങൾ ഓരോരുത്തരും അർജുനന്മാരാകുക. ഭഗവത്ഗീത മനസ്സിലാകാനായിട്ടുള്ള ഉപാധിയാണ് നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളാകുക. വിദ്യാർത്ഥികളായി ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ഈ ജ്ഞാനം എങ്ങനെ ശരിക്കും നമുക്കിത് സ്വായത്തമാകാം, ഭഗവാൻ നമ്മളുടെ ബുദ്ധിയായിട്ട് എങ്ങനെ പ്രവർത്തിക്കും, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. അപ്പൊ യുദ്ധത്തിന്റെ സന്ദർഭം നമ്മൾ കണ്ടു. യുദ്ധം തുടങ്ങി കഴിഞ്ഞ് ഓരോ ദിവസം ഓരോരുത്തർ വധിക്കപ്പെടുകയാണ്. അങ്ങനെ 10ാം ദിവസം ആരെ വധിച്ചു? ഭീഷ്മരെ. അങ്ങനെ ഭീഷ്മദേവരുടെ പതനം വന്നു കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർക്ക് ആകെ അങ്കലാപ്പായി. അതുവരെ ഇദ്ദേഹത്തിന് ഈ യുദ്ധത്തിൽ ജയിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാര്യം ഇത്രയും ആൾക്കാരാണ് സൈന്യബലം. മറ്റവരുടെ കൂടെ നിരായുധനായ കൃഷ്ണനും പഞ്ചപാണ്ഡവരും കുറച്ച് സൈനികരും ഉള്ളൂ. അപ്പൊ ജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഭീഷ്മദേവരുള്ളപ്പം ഒരിക്കലും ഒരു പതനം ഉണ്ടാകില്ല എന്ന് ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഭീഷ്മദേവരുടെ പതനത്തിന് ശേഷം ഈ യുദ്ധം നേരിട്ട് കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. അങ്ങനെ ആഗ്രഹം തോന്നി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തും അല്ലെങ്കിൽ പരിചാരകനും കാര്യസ്ഥനും ആയ സഞ്ജയൻ വേദവ്യാസന്റെ ശിഷ്യനാണ്. അങ്ങനെ വേദവ്യാസന്റെ ശിഷ്യനായ സഞ്ജയനോട് ഇത് കാണണമെന്ന് പറഞ്ഞു. കാര്യം സഞ്ജയൻ വേദവ്യാസന്റെ അടുക്കൽ നിന്ന് വരദാനം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സംപ്രേഷണം കൊടുക്കുകയല്ലേ, ക്രിക്കറ്റിലൊക്കെ വേറെ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ അവിടുന്ന് തത്സമയ സംപ്രേഷണം ആൾക്കാർ ചെയ്യുന്നതാണല്ലോ നമ്മൾ കാണുന്നത്, ദൂരദർശൻ. അപ്പൊ ഈ ദൂരദർശൻ എന്നുള്ള ആശയം ഉദിച്ചത് ഈ മഹാഭാരതത്തിൽ നിന്നാണ്. അപ്പം സഞ്ജയൻ ഈ യുദ്ധത്തിൽ അവിടെ നടന്ന കാര്യങ്ങൾ അതേപടി സംപ്രേഷണം ചെയ്യുവാണ് അവർക്ക്, ധൃതരാഷ്ട്രർക്ക്. അപ്പൊ അങ്ങനെ ധൃതരാഷ്ട്രർ അവിടുത്തെ യുദ്ധത്തെ പറ്റി അറിയാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഭഗവത്ഗീതയിലെ ഈ പറയുന്ന അധ്യായങ്ങളൊക്കെ തന്നെ. അപ്പം ആ സഞ്ജയനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ കണ്ടത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമ കുർവത സഞ്ജയ. അപ്പം ഈ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, എന്തുകൊണ്ടാണ് ഇത് ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത്? കുരുക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ധർമ്മയുദ്ധമാണ്. അതുകൊണ്ട് ഹരിയാന. അപ്പൊ ഹരിയാന, പഞ്ചാബ് എന്റെയൊക്കെ ബോർഡറിലായിട്ടുള്ള സ്ഥലമാണ് കുരുക്ഷേത്രം. കുരുക്ഷേത്രത്തിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആരുമില്ല അല്ലെ? തീർത്ഥാടനത്തിന് പോകുന്നവരൊക്കെ കുരുക്ഷേത്രത്തിലും പോകുന്നുണ്ട്. ഈ യുദ്ധം നടന്ന സ്ഥലവും അവിടുത്തെ മണ്ണൊക്കെ ചുമന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചുമന്ന മണ്ണും ഒക്കെയാണ്, അതായത് രക്തം വീണിട്ടാണെന്ന് പറയുന്നു. പിന്നെ അവിടെ ഈ പറയുന്ന രഥവും ആ ഒരു മരവും ഒക്കെ ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു കുളവും
അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആ ഒരു കുരുക്ഷേത്രത്തിന്റെ സ്മരണ ഉളവാക്കുന്ന പല സംഭവങ്ങളും ഇപ്പോഴും ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കുരുക്ഷേത്രം എങ്ങനെയാണ് ആ കുരുക്ഷേത്രം എന്നതിന് പേര് വരാൻ കാര്യം? ധർമ്മക്ഷേത്രം കുരുവംശം ഈ കുരു എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിച്ചിരുന്നു അവിടെ അല്ലെ. അദ്ദേഹമാണ് ഈ പാണ്ഡവരുടെയും കൗരവരുടെയും ഒക്കെ പൗരാണികനായിട്ടുള്ള ആ ഒരു പിതാമഹനാണ് ഈ പറയുന്ന കുരു. അപ്പൊ ഈ കുരു അവിടെ ഭരിച്ചിരുന്നു. അപ്പൊ കുരു എന്ത് ചെയ്തു? ഒരുപാട് ഓസ്റ്ററിറ്റി ചെയ്തിരുന്നു അദ്ദേഹം, ഒരുപാട് തപസ്സും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ എന്ത് ചെയ്തു? ഒരു വലിയ 8 കാര്യങ്ങൾക്കായി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന 8 കാര്യങ്ങളുണ്ട്, മെയിനായിട്ടുള്ള 8 കാര്യങ്ങൾ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വലിയ ഒരു യജ്ഞം തന്നെ അവിടെ നടത്തി. ആ യജ്ഞം എന്താണ്? അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, അദ്ദേഹം അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഈ കുരുക്ഷേത്രത്തിൽ ഒരുപാട് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിയ സ്ഥലമാണ്. അപ്പൊ അദ്ദേഹം തപസ്, സത്യം, ക്ഷമ, ദയ, ശുദ്ധത, ദാനം, യജ്ഞം, ബ്രഹ്മചര്യം, അങ്ങനെ 8 സംഭവങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ വേണം. അദ്ദേഹം തപസ് അല്ലെങ്കിൽ ഓസ്റ്ററിറ്റി, സത്യം അല്ലെങ്കിൽ ട്രൂത്ത്, ക്ഷമ അല്ലെങ്കിൽ ഫോർഗീവ്നെസ്, ദയ കമ്പാഷൻ, ശുദ്ധത പ്യൂരിറ്റി, ദാനം നമ്മൾ ദാനം ചെയ്യല്ലേ, ഡൊണേഷൻ, പിന്നെ യജ്ഞം, പിന്നെ ബ്രഹ്മചര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം അനുഷ്ഠിച്ചു വന്നു ഈ പറയുന്ന കുരു എന്ന് പറയുന്ന രാജാവ്. അപ്പൊ ഇതെല്ലാം യജ്ഞവും യാഗവും തപസ്സും ഇതെല്ലാം ചെയ്ത് എന്താണ് ഭഗവാൻ വിഷ്ണു സംപ്രീതനാകുകയും, ഇത് വാമന പുരാണത്തിലാണ് ഇത് പറയുന്നത്. ഭഗവാൻ വിഷ്ണു സംപ്രീതനായിട്ട് ഇദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തു. ഇനി ഈ പറയുന്ന സ്ഥലം ഇദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് അറിയപ്പെടും, അതായത് കുരുക്ഷേത്രം എന്ന് അങ്ങനെ അറിയപ്പെട്ടു. അതായത് ഈ പറയുന്ന സ്ഥലം ഇദ്ദേഹത്തിന്റെ പേരിനോട് ചേർന്ന് അറിയപ്പെടുകയെന്നും, അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് ആര് മരിച്ചു കഴിഞ്ഞാലും അവർക്ക് മോക്ഷപ്രാപ്തരാകും എന്നുള്ള വരദാനം ഈ പറയുന്ന ഗുരുവിന് കൊടുത്തു. അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ, ഈ പറയുന്ന 8 കാര്യങ്ങള് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ ആചരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവരിൽ സംപ്രീതരാകുകയും ഭഗവാൻ എന്ത് ചെയ്തു? അവർക്ക് അദ്ദേഹത്തിന് വളരെ 2 വരമാണ് കൊടുത്ത. വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുമെന്നും, അതുപോലെ തന്നെ എന്താണ് ഇവിടെ വെച്ച് ആര് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടും എന്നും ഉള്ള വരദാനം കിട്ടി. അതുകൊണ്ടാണ് ഇത് ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അപ്പൊ അതൊരു ധർമ്മക്ഷേത്രമാണ്. ആർക്കും അവിടെ വെച്ചിട്ട് അധർമ്മം അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം അവിടെ ധർമ്മത്തിന്റെ ഭൂമിയാണ്, വിളഭൂമിയാണ്. അതുകൊണ്ടാണ് ആ സ്ഥലം തന്നെ യുദ്ധം ചെയ്യാനായിട്ട് തെരഞ്ഞെടുത്തത്. ഇത് കാര്യം ധർമ്മയുദ്ധമാണ്, ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ആ ഒരു ധർമ്മയുദ്ധം നടത്താനായിട്ടുള്ള ഭൂമി തെരഞ്ഞെടുക്കാനായിട്ട് വന്നപ്പം ഈ കുരുക്ഷേത്രം തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാര്യം ആ കുരുക്ഷേത്രത്തിന്റെ പൗരാണികമായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്ഥലം തെരഞ്ഞെടുക്കാൻ കാര്യം. അങ്ങനെയുള്ള ആ കുരുക്ഷേത്രത്തിൽ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന എന്താണ്? എന്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു? എന്റെ പുത്രന്മാരും. എന്റെ എന്ന് പറയുന്ന അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയോ? എന്റെ സ്വാർത്ഥത അല്ലേ. അതായത് ഒരു മഹാരാജാവാണ് അല്ലെ. ആ മഹാരാജാവ് അങ്ങനെ എന്റെ പുത്രന്മാര് എന്നുള്ള ആ ഒരു ഇത് ശരിക്കും പറയാൻ പാടില്ല. അതായത് ആ പുത്രവാത്സല്യം തന്നെയാണല്ലോ ഈ യുദ്ധത്തിലേക്ക് എത്തിച്ചത്. കാര്യം ദുര്യോധനൻ ചെയ്യുന്ന അധർമ്മം ഒക്കെ കാരണം വിതുരർ അവിടെ നിന്ന് വിട്ടുപോയിരുന്നു, ഇറങ്ങി. അതായത് ദുര്യോധനന്റെ ഈ വാക്കുകളൊക്കെ സഹിക്കാതെ വന്നപ്പോഴത്തേനും ഈ പറയുന്ന യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ മന്ത്രിയായിരുന്ന വിതുരര് അവിടെ ഉപേക്ഷിച്ചു പോയി. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഉപദേശം കൊടുക്കുന്നതിന് പകരം ഇദ്ദേഹത്തിന് ഉപദേശം കൊടുത്തുകൊണ്ടിരുന്ന ആരായിരുന്നു? നല്ല രീതിയിലുള്ള ഉപദേശം കൊടുക്കാതെ ആരായിരുന്നു ദുര്യോധനന് ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നത്? ശകുനി. അപ്പൊ ശകുനിയുടെ ഉപദേശമാണ് ഈ പറയുന്ന യുദ്ധത്തിലേക്ക് നയിച്ചത്. അതുപോലെ ശ്രീരാമചന്ദ്രന്റെ വനവാസത്തിന് കാരണമായത് മന്ദരയുടെ ഉപദേശം എന്ന് പറഞ്ഞ പോലെ ഈ യുദ്ധത്തിലേക്ക് കാരണം ആയത് ഈ പറയുന്ന ശകുനിയുടെ ഉപദേശങ്ങളാണ് അല്ലെ. അപ്പം ശകുനിക്ക് കാര്യം ഈ പറയുന്ന ഹസ്തിനപുരി രക്ഷിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഹസ്തിനപുരിയുടെ പതനമാണ് ശകുനി ആഗ്രഹിച്ചിരുന്ന കാര്യം.
അവിടെ നിന്ന് ഈ സ്വന്തം പെങ്ങളായ ഗാന്ധാരിയെ അവിടെ നിന്ന് ഒരു അന്ധനായിട്ടുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്നുള്ള ആ ഒരു ഭീഷ്മദേവരെ പേടിച്ചിട്ട് ആ ഒരു പുത്രിയെ കൊടുക്കുമായിരുന്നു, ദാനം ചെയ്യുമായിരുന്നു, ഇതുപോലെ ഗാന്ധാര രാജാവ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി ഹസ്തിനപുരിയുടെ പതനം ആഗ്രഹിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ് ശകുനി ഇവിടെ കൂടിയത്. അങ്ങനെയുള്ള ആ ശകുനിയുടെ ഉപദേശപ്രകാരമാണ് ഈ യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ എന്റെ പുത്രൻ എന്നുള്ള ആ ഒരു പുത്രവാത്സല്യം അദ്ദേഹത്തിനെ അന്ധനാക്കി. ആ പുത്രന്മാര് ചെയ്യുന്ന ഏത് കൊള്ളരുതായ്മയ്ക്കും അദ്ദേഹം കൂട്ടുനിന്നു. അപ്പൊ അങ്ങനെ ഈ അമിതമായ പുത്രവാത്സല്യം, നമ്മൾ ആരോടെങ്കിലും അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാകുവാണെങ്കിൽ അത് നമ്മളുടെ അധപ്പതനത്തിന് കാരണമാകും. നമുക്ക് ഈ ഭൗതിക ലോകത്ത് ഉണ്ടാകുന്ന സ്വർണത്തിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഭാര്യയോട് അറ്റാച്ച്മെന്റ് ഉണ്ടായാലോ, ഭർത്താവിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടായാലോ, അല്ലെങ്കിൽ നമ്മൾ മക്കളോട് അറ്റാച്ച്മെന്റ് ഉണ്ടായാലും നമ്മൾ അതെല്ലാം തീരാ ദുഃഖത്തിന് നമ്മളെ ഇടവരുത്തും. കാര്യം നമ്മൾ ആ അറ്റാച്ച്മെന്റ് ഉണ്ടാകും, നമ്മളുടെ ഒരു പ്രതീക്ഷയുണ്ട്, നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കും ഇവര് നമ്മളെ നോക്കും. കുട്ടികളോട് അറ്റാച്ച്മെന്റ് ഉണ്ടായ ഇവര് നമ്മളെ നോക്കും, നമ്മുടെ കാര്യമെല്ലാം ഇവര് ചെയ്യും. നമ്മൾ ഓരോ സമയം അവർക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്, അല്ലെ? അങ്ങനെ ചെലവഴിച്ചിട്ട് അവസാനം അവര് നമ്മളുടെ രക്ഷയ്ക്കില്ലാതെ വരിക, അവര് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പറയുക. അപ്പോൾ നമുക്കത് താങ്ങാനാകുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഓരോരുത്തർ ഓരോ കയറൊക്കെ എടുക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ വിഷം കുടിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുവായൂർ പോയി തപസ്സിരിക്കാൻ പോകുന്നത്, ഭജന ഇരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചിലർ വൃന്ദാവനത്തിലൊക്കെ പോയി ഇങ്ങനെ ഒരു വാക്ക് പോലും കുട്ടികൾ നമുക്കെതിരെ പറയുന്നത് നമുക്ക് സഹിക്കാണ്ട് പറ്റത്തില്ല. കാര്യം നമ്മുടെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചു. പക്ഷെ അവരുടെ വായിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഒരു നിന്ദ്യ വാക്ക് പോലും നമുക്ക് സഹിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ നമുക്ക് ഈ അറ്റാച്ച്മെന്റ് നമുക്ക് ശരിയാണോ? ശരിയായിട്ട് നമ്മൾ ആരോടാണ് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കേണ്ടത്? ഭഗവാനോടാണ് അറ്റാച്ച്മെന്റ്. മറ്റവരോട് സ്നേഹം വേണ്ട എന്നും അവരെ ആരെയും നമ്മൾ കളയരുതെന്നും ഒന്നും അല്ല ഈ കൃഷ്ണാബോധം നമ്മൾ പഠിപ്പിക്കുന്നത്. എല്ലാവരും കൂടെ നിർത്തുന്ന അമിതമായ ആസക്തി ഒരാളോടും പാടില്ല. ഭൗതിക ഈ ലോകത്തിലുള്ള നമ്മളെല്ലാരും ഒരു വെയിറ്റ് ഷെഡിൽ കൂടെ പ്രഭു അവരുടെ കൂടെ നിന്നാലും മനസ്സ് ഭഗവാന്റെ ആയിരിക്കും, അത്രേ ഉള്ളൂ. അതെ. നമ്മൾ ഈ ഭൗതിക ലോകത്ത് നമ്മളൊരു വെയിറ്റ് ഷെഡിൽ കൂടി വളരെ കുറഞ്ഞ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും, നമ്മുടെ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും എല്ലാം പല വണ്ടിയിൽ വന്നു. നമ്മളൊരു വെയിറ്റ് ഷെഡിൽ കൂടി ഒരുമിച്ച് ഒരു സമയത്ത്, അത് കഴിഞ്ഞിട്ട് പല വണ്ടികളായി തിരിച്ച് അവരവരുടെ ബസ് വരുമ്പോൾ അവരവർ പോകും. ഇവരാരെങ്കിലും നമ്മുടെ കൂടെ കാണുമോ? പക്ഷെ നമ്മളുടെ സുഹൃത്തും സന്തത സഹചാരിയുമായ ഒരാൾ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കാത്തതാണ് നമ്മളുടെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അറ്റാച്ച്മെന്റ് ഭഗവാനോടും മറ്റുള്ള കാര്യത്തിൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം. അമിത ആസക്തി ഇല്ല, നമ്മൾ എല്ലാവരോടും സ്നേഹിക്കുക എല്ലാം ചെയ്യണം. അവരെ നമ്മള് ഭഗവാന്റെ മാർഗത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, ഭഗവാനിലേക്ക് ഇത് കണക്ട് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. കുട്ടികളുടെ കാര്യവും ശരിയാകും, നമ്മളുടെ ബാക്കിയുള്ള ജോലിയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, നമ്മളുടെ എല്ലാം പരിഹരിക്കപ്പെടും. കാര്യം ഇതിനെല്ലാം ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുവാണെന്നുണ്ട്. കാര്യം ഭഗവാൻ പരമസത്യമാണ്, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്, ഭഗവാൻ പരനിയന്താവാണ്, ഭഗവാൻ എല്ലാമാണ്, അല്ലെ? സർവശ്രേഷ്ഠനാണ്. അപ്പൊ ഇങ്ങനെ ആ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ പരിഹരിച്ചു തരും. അപ്പൊ അതാണ് നമ്മൾക്ക് ചെയ്യാത്തത്. നമ്മളുടെ ആസക്തി, നമ്മളുടെ വീട് എന്ന് പറഞ്ഞ് ചിലർ ജീവൻ കളയുന്നു, എനിക്കൊരു വീടില്ല എന്ന് പറഞ്ഞ് ചിലർ കളയുന്നു, അതുപോലെ തന്നെ എനിക്കൊരു കുട്ടിയില്ല എന്ന് പറഞ്ഞ് ചിലര് ജീവൻ കളയുന്നു. അങ്ങനെ ആ പൂന്താനം പറയുന്ന പോലെ ആ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ആ ഒരു മനസ്സിലെ ഭഗവാൻ ഉണ്ണികൃഷ്ണൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ കിടന്ന് കളിക്കാനായിട്ട് നമ്മൾ ആ മനസ്സിനെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പാകപ്പെടുത്തണം. മനസ്സിലെ ആ ആർദ്രത നമ്മൾ വെണ്ണ പോലെ ആക്കി എടുക്കണം. നമ്മളുടെ ഹൃദയം വെണ്ണ പോലെ ആകണം, അല്ലെ? ഉരുകണം. എന്നിരുന്നാലേ നമ്മൾ ഭഗവാനെ അവിടെ ഇരുത്താൻ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു രീതിയിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്താണ്? ആദ്യമായിട്ട് നല്ലൊരു മനുഷ്യനാകണം. മനുഷ്യനായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? നമ്മൾ പിന്നെ ഒരു ഭക്തനാകണം. ഭഗവാന്റെ ഭക്തനായി കാണും. ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാണ്ട് ശ്രമിക്കണം. ഭഗവാന്റെ ധാമങ്ങളിൽ പോകണം. ഭഗവാന്റെ ഭക്തരുമായിട്ട് സമ്മേളിക്കണം. ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്യാനുള്ള ഒരവസരവും നമ്മൾ മിസ്സാക്കരുത്. ഇങ്ങനെയാണ് നമ്മൾ ഭക്തിയുത സേവനത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ
കൃപാകടാക്ഷങ്ങൾ എല്ലാവരും ഉണ്ടാകട്ടെ. നമ്മളുടെ ഈ ഭഗവത്ഗീത ആ ഒരു ജൈത്ര യാത്രയിൽ ആ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം കൂടിയുണ്ട്, കുറെ പേർക്ക് ലീവായി, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ലയോ? ശരി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭക്ഷണം കഴിച്ചോ? ആ, ആ. അപ്പൊ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഇന്ന് സ്ട്രൈക്ക് ആയ ഏതെങ്കിലും ഒരു പോയിന്റ് പറയാം. ഓരോരുത്തരും പെട്ടെന്ന് തന്നെ. നമുക്ക് ഇനി ഞാൻ സമയം കളയുന്നില്ല. എല്ലാവർക്കും ഉറങ്ങേണ്ടതുമാണ്, വീട്ടിൽ പല കാര്യങ്ങളും ഉള്ളതാണ്. ചിലർ നാളെ ഡ്യൂട്ടി ഉള്ളവരും ഉണ്ട്. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞോളൂ. മാതാജിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും റിയലൈസേഷൻ ഉണ്ടോ എന്ന്? ഇന്ന് പറഞ്ഞതിൽ എന്താണ് മാതാജിക്ക് എന്തെങ്കിലും ഓർമ്മയിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയും? ഭഗവാനാണ് നമ്മുടെ പരമദിവ്യോപദേശം. നമ്മൾ ഭഗവാനെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഭഗവാനെ മുൻനിർത്തി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. ഭഗവാൻ എനിക്ക് എഴുതുന്നതില് അവസാനം എഴുതിയ എട്ട് കാര്യം എഴുതി. ക്ഷമ, തപസ്, ദയ, ദാനം, ബ്രഹ്മചര്യം, തപസ്. ബ്രഹ്മചര്യം ഇത്ര എഴുതിയിട്ടുള്ളൂ. ഞാൻ 4, 5, 6 2 കിട്ടിയില്ല. അതെയോ? അപ്പം ക്ഷമ, തപസ്, ദയ, ദാനം, ശുദ്ധത, ബ്രഹ്മചര്യം. ശുദ്ധത, ദാനം, യജ്ഞം, ബ്രഹ്മചര്യം, അതുവരെയാണ്. ഒന്നുകൂടെ പറയാം. തപസ്, സത്യം, ക്ഷമ, ദയ, ശുദ്ധത, ദാനം, യജ്ഞം, ബ്രഹ്മചര്യം. ക്ഷമ, തപസ്, ദയ, ദാനം, യജ്ഞം, ബ്രഹ്മചര്യം. അതെ. അപ്പൊ അത്രയും ആ 8 കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്താണ്, അദ്ദേഹത്തിൽ സംപ്രീതനായി. ഇത്രയും മതിയില്ല ഒരാള്, അല്ലെ? ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാൾക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? അപ്പൊ അദ്ദേഹത്തിൽ ആ കുരു മഹാരാജയില് ഈ പറയുന്ന മഹാവിഷ്ണു സംപ്രീതനായിട്ട് അദ്ദേഹത്തിന് വരദാനം കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ധർമ്മക്ഷേത്രമാണ് കുരുക്ഷേത്രം എന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെ വെച്ചിട്ടുണ്ടായിട്ടുള്ള ആ ഒരു സംഭാഷണം മനസ്സിലായി, അല്ലെ? ഇനി ഭാരതി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി മാതാജിക്ക് മനസ്സിലായോ കാര്യങ്ങളൊക്കെ? അതോ ഞാൻ സ്പീഡ് കൂടി പോയോ? അതോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം കൂടി കൺഫ്യൂഷൻ ആയോ? ഇല്ല, കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് അവിടെ എന്താണ് ഉണ്ടായത്, എന്റെ മക്കൾ എന്ത് പറയുന്നു എന്ന് ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ്. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ട് സഞ്ജയൻ പറയാണ്. പിന്നെ 8 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 8 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? മഹാവിഷ്ണു സംപ്രീതനായിട്ട് വരം കൊടുത്തത്. അതേപോലെ തന്നെ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അധ്യായങ്ങള് 18 അധ്യായങ്ങളും അതിലെ ആ ഒരു മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഓരോ അധ്യായത്തിൽ എന്നുള്ളതൊക്കെ മനസ്സിലായല്ലേ? 8 തൊട്ട് 5 8ത്തെ 5 ശ്ലോകം അന്ത്യകാലത്തെ എന്നെ ആര് സ്മരിക്കും എന്നുള്ളത്. പരമപദ പ്രാപ്തി എന്നുള്ള 8ാമത്തെ അധ്യായത്തിലുള്ള 2 ശ്ലോകങ്ങൾ മാതാജി സ്ട്രൈക്ക് ചെയ്തല്ലേ? അതിനായിട്ട് വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? അവസാനം നമ്മൾ എന്ത് വിചാരിക്കണം, അവസാന സമയത്ത് നമ്മൾ ഭഗവാനെ വിചാരിച്ചാൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യം. ഹരിബോൾ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. സൂര്യ മാതാജി. ഹരേ കൃഷ്ണ. മാതാജിയെ കാണുന്നില്ല. സൗഭാഗ്യവതി കലാമാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞു.
ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്നും തന്നെ ഭഗവത്ഗീത പഠിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇപ്പൊ അതെ, ഏറ്റവും സ്ട്രൈക്കായ മനസ്സിലാക്കിയത്. പോയിന്റ്. ശരിയായിട്ടുള്ള, വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് മാതാജി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഭഗവാനിൽ എത്തിപ്പെട്ടെന്നും പറഞ്ഞ് നമ്മൾ കഴിയുന്നതിൽ അർത്ഥമില്ല. ആദ്യം ഭക്തിയോടെ ഭഗവാന്റെ ഭക്തി പിടിച്ചു പറ്റണം. അത് അതെ കഴിഞ്ഞിട്ട് ദാസ്യഭാവത്തോടെ പാദങ്ങൾ പൂജിച്ച് അതെ, ആ സേവയിൽ പാദസേവ കൂടെ, സേവയോന്മുഖ ഭാവത്തിൽ കൂടെ നമ്മള് ഭക്തിയിൽ, ഇപ്പൊ ഭഗവാൻ, അപ്പൊ നമ്മള് ഭഗവാൻ നമ്മളോട് കൃപ തോന്നി നമുക്ക് ഭക്തി തരും. അങ്ങനെ ഭക്തിയിൽ കൂടി ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനമാർഗത്തിലേക്ക് നമ്മൾ പോകണം, അല്ലേ? അതെ അതെ ഹരി ബോൾ, അത് ഹരേ പ്രകൃതി. കൃഷ്ണ. പിന്നെ ഭഗവാന്റെ മുഖത്ത് നിന്നും വന്നതാണ് ഭഗവത്ഗീത. അതുകൊണ്ട് അത് പരിപൂർണമായ ഒരു ശാസ്ത്ര ഗ്രന്ഥവുമാണ്. അപ്പോൾ അതിൽ യാതൊന്നും കളവായിട്ടുമില്ല, ഒന്നും ആരും കൂട്ടിച്ചേർത്തിട്ടുമില്ല. അതെ ഭഗവത്ഗീതയില് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നതായതുകൊണ്ട് ആ അതെ ഒരു ശ്രേഷ്ഠത അതെ, ഭഗവത്ഗീതയ്ക്കുണ്ട്. ഇതിന്റെ അതിനുണ്ട്. എല്ലാം പ്രാധാന്യം പ്രഭുജിയുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഇത്രയും വിശദമായിട്ട് മനസ്സിലാക്കിയത്. ഹരേ ഇത്തിരി കൃഷ്ണ. രാമായണം വായിക്കും പ്രഭുജി, അതുകൊണ്ടാണ് ഇത്തിരി കയറാൻ താമസിച്ചു പോയത്. ആ അതെ അല്ലേ, ഹരി ബോൾ, ഹരേ കൃഷ്ണ. ഉം. ഓക്കെ, അപ്പൊ എന്തായാലും മാതാജി രാവിലെയും നല്ല രാവിലെയും വൈകിട്ടും ഞാൻ രാമായണം രാമായണം അരമണിക്കൂറോ വായിക്കല്ലേ? 1 ആ മണിക്കൂർ ആ നമുക്ക് ഒരു കർക്കിടക ദിവസം മാസം വായനയൊക്കെ വെക്കാം. എങ്ങനെയാണ് എനിക്ക് അറിയില്ല, സമയം പോലെ. പക്ഷെ ഞാനിവിടെ വർഷത്തോടെ വരുമ്പോ നിങ്ങളെല്ലാം ഉറങ്ങുന്ന സമയമാകും. അതുകൊണ്ടാണല്ലേ ഞാനൊരു ദിവസം സൂമിൽ വായന വെച്ചേനെ. ഞാൻ നിങ്ങളൊക്കെ, വർഷം തോറും ഞാനിവിടെ വായിക്കും. വരുന്ന സമയത്ത്, ഇവിടുത്തെ സമയം നിങ്ങൾക്ക് അവിടെ നാട്ടില് നിങ്ങളൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയമാണ്. പിന്നെ രാത്രി ഞങ്ങളിവിടെ ഉറങ്ങുമ്പോൾ 11 മണിയൊക്കെ ആവും പ്രഭുജി. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് വെക്കാം. അങ്ങനെ നമ്മള് രാമായണ മാസമല്ലേ, ഒരു ദിവസമെങ്കിലും പിന്നെ രാമായണ പാരായണം ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഭാഗത്തെ പറ്റി വെക്കാം. പക്ഷെ കുറച്ച് ലേറ്റ് ആകുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലെങ്കിൽ ഒരു ദിവസം രാമായണം വെക്കാം നമുക്ക്. അടുത്തത് കൃഷ്ണനിൽ നിന്നും ഭഗവാനിൽ നിന്നും വേറിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് മായയുടെ പിടിയാണ്. എല്ലാരെയും സ്നേഹിക്കണമെങ്കിലും ഭഗവാനോളം തുല്യത ജീവിതത്തിൽ ആർക്കും കൊടുക്കരുത്. ആ സ്ഥാനം, നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥാനം ആർക്കും കൊടുക്കരുത്. അതെ ഹൃദയത്തിൽ കയറ്റുന്ന ആളിനെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ, കൂടെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അതെ അതുകൊണ്ട് ഫലേച്ഛ കൂടാതെയുള്ള കർമ്മം ചെയ്ത് നല്ല കാര്യം ആർക്ക് ചെയ്യണോ നമ്മളെ കൊണ്ട് യാതൊരു ദുഃഖവും മറ്റുള്ളവർക്ക് ഉണ്ടാവാതെ ജീവിച്ച് അത് ഉൾക്കൊള്ളാൻ പറ്റും ഭഗവത്ഗീത വായിച്ച് വരുമ്പോ. അതെ, തീർച്ചയായിട്ടും. എന്റെ നല്ല പ്രഭുജിയുടെ ക്ലാസ്സിൽ കയറാൻ കഴിയണേന്നാണ് എന്റെ പ്രാർത്ഥന. ഹരി ബോൾ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രഭുജി. എല്ലാം ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ, പ്രണാമം മാതാജി, താങ്ക്സ് ഒരുപാട്. ഹരേ കൃഷ്ണ, ഗീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ആ. ഒരു ലൗകിക ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് നേരിടാവുന്ന മിക്കവാറും എല്ലാ ആപത്തുകൾക്കും ഉള്ള ഉത്തരം ഭഗവത്ഗീതയിലുണ്ട്. 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളുമാണ് ഭഗവത്ഗീതയ്ക്കുള്ളത്. അതില് ആദ്യത്തെ 6 കർമ്മയോഗം, അടുത്ത 6 ഭക്തിയോഗം, അടുത്ത 6 ജ്ഞാനയോഗം. അതില് ഭക്തിയോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണ്, ഭഗവാന്റെ നിത്യദാസന്മാരാണ്. ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിത ഉദ്ദേശം. അതിനുള്ള മാർഗങ്ങള് ഭക്തിയോഗത്തില് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഹരിബോൾ, ഹരേ കൃഷ്ണ മാതാജി. ഒരുപാട് ഇഷ്ടമായി മാതാജിയുടെ റിയലൈസേഷൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ജ്ഞാനാംബിക മാതാജി. നമ്മൾ ഈ 5 കൂട്ടം കാര്യങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഉള്ളത്. 1 ഈശ്വരൻ, 2 ജീവാത്മാവ്, 3 പ്രകൃതി, 4 കാലം, പിന്നെ കർമ്മം. ഈശ്വരൻ എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശമാണ് നമ്മുടെ ജീവാത്മാവ്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതി എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതി. പിന്നെ കർമ്മം എന്ന് പറയുന്നത് നിഷ്കാമ കർമ്മം ചെയ്ത് പിന്നെ നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണെന്നുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവണം.
നമ്മുടെ ഈ ഇത് തന്നെ നമ്മുടെ സ്വരൂപം തന്നെ ഭഗവാന്റെ ദാസനാണ്, ദാസ്യമാണ്, അതെ ദാസനാണ്. പിന്നെ കർമ്മം, കാലം. കാലം എന്ന് പറയുന്നത് നമ്മളെ അനുഭവിക്കുന്ന കാലം ആരെയും നോക്കിയിരിക്കത്തില്ല അല്ലേ? അതുപോലെ നമ്മള് കാലം ആരെയും നോക്കി അത് ഇങ്ങനെ കാലം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് സമയമില്ല എന്ന് പറയും. സമയം നമ്മളെ ആരെയും നോക്കിയിരിക്കത്തില്ല. കാര്യം അപ്പൊ ഈ അതുപോലെയാണ് ഭഗവാനെ 5 നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിരുന്നാൽ അവസാനം 90 വയസ്സായി കഴിഞ്ഞിട്ട് ഭഗവാനെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? അറിയില്ല, അറിയാതെ പോയി അറിയില്ല. പക്ഷെ ഇനിയെങ്കിലും ഉള്ള തലമുറ കുഞ്ഞിലെ മുതൽ അക്ഷരം പഠിക്കുന്ന പോലെ ആ സമയം മുതൽ ഭഗവാനെ പഠിച്ചാൽ അവർ നല്ല ഭഗവാൻ തന്നെ ആയിട്ട് തീരും അവര്. ഭഗവാൻ തന്നെ അത് അവർക്ക് മനസ്സിലാകും. എന്നുകൊണ്ട് ഈ 5 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഇതിന് പറയുന്ന പ്രത്യേകത എന്താ വെച്ചാൽ എന്താ ഒരു ഈ 5 കൂട്ടം കാര്യങ്ങൾക്ക് പറയുന്നത് എന്താണ്? ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട 5 വിഷയങ്ങൾ. 5 വിഷയമാണ്. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന 5 വിഷയങ്ങൾ. അതിലെ ആ രണ്ടാമത്തെ ജീവ എന്ന് പറയുന്നിടത്ത് ഈശ്വര എന്ന് പറയുന്ന ഭഗവാൻ ആരാണെന്നുള്ളത്, ജീവ എന്ന് പറയുന്ന ജീവാത്മാവ്, കർമ്മം കർമ്മം, കാലം സമയം, ഈശ്വര ഭഗവാൻ, പ്രകൃതി, കാലം, കർമ്മം, അതെ ഈശ്വര. ഈ 5 കൂട്ടം കാര്യങ്ങളാണ്. അതെ 5 വിഷയങ്ങൾ. 5 കൂട്ടം. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് ഭഗവത്ഗീത പ്രതിപാദിക്കുന്നത്. ആ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ജീവ, കർമ്മ, പ്രകൃതി, കാലം, ഈശ്വര. ഈശ്വര, അതാണ്. അതേപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞു മൃഗു പറഞ്ഞു. കാലം ഇതൊന്നും അറിയുന്നില്ല, കാലം അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, ഒന്നിനും വേണ്ടി ഭഗവാൻ എന്താണ്? കാലസ്വരൂപനാണ് അല്ലെ? ഞാൻ കാലമാകുന്നു ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ കാലസ്വരൂപമാണ്. കാലസ്വരൂപൻ. അപ്പൊ അതുകൊണ്ട് കാലത്തെ നമ്മൾ നോക്കി നിൽക്കാതെ, കാലം വന്ന് വരും, ഇന്ന കാലത്ത് നമ്മൾ നോക്കി നിൽക്കാതെ നമ്മൾ ചെയ്യേണ്ടപ്പം അപ്പോഴപ്പോഴപ്പോ ചെയ്ത് തീർത്ത് പൊക്കോളുക. സമയം വളരെ അമൂല്യമാണ് അല്ലെ? അതുപോലെ ഭഗവാനും വളരെ അമൂല്യമാണ്, വളരെ അമൂല്യമാണ്. നമുക്ക് ഈ നഷ്ടപ്പെട്ട സമയം പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ്, ഈ സമയം ഭഗവാനാണെന്ന് തന്നെ മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ 1 മിനിറ്റ് പോലും കളയാതെ ഇതുവരെ പോയതൊക്കെ പോയി ഇനിയെങ്കിലും നമ്മള് ഭഗവാന്റെ സേവ ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ നോക്കണം. ആ സമയത്ത് അന്ത്യകാലത്ത് നമുക്ക് സ്മരണ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. അതുപോലെ ആരെങ്കിലും ലീവ് ചെയ്യാനുള്ളവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് അവസാനം വെറുതെ റിയലൈസേഷനേ ഉള്ളൂ ഞാൻ ഇന്ന് പറഞ്ഞത്. ഓക്കെ, തിരക്കുള്ളവർ ആരെങ്കിലും ഉണ്ട് ലീവ് ചെയ്യാൻ? രതിദേവി മാതാജി പെട്ടെന്ന് പറഞ്ഞോളൂ. എല്ലാരും പറഞ്ഞു. ഭഗവാനെ, ഗുരുവിലും ഭഗവാനിലും ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവത് കടാക്ഷം ഉണ്ടാകൂ എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതുപോലെ ശിവി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. സാധാരണ ഇത് 18 അധ്യായം ഡിവിഷൻ ആക്കണം. പക്ഷെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഈ 1ാമത്തെ അധ്യായം തന്നെ സബ് ഡിവിഷൻസ് ആക്കിയിട്ട്, അപ്പൊ ഇൻട്രൊഡക്ഷൻ അതിൽ ആ 21, 27 ഭക്തവത്സലനാണ് ഭഗവാൻ എന്നുള്ളത്, അതിനി അത് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഈ 1ാമത്തതിൽ ഈ സബ് ഡിവിഷൻ വെച്ചിട്ടല്ലോ ഇനി ഒന്ന് വായിച്ചു നോക്കട്ടെ പ്രഭുജി. അതാ വിചാരിച്ചു. ആദ്യമായിട്ട് ഇത് കേട്ടത് ഈ 1ാമത്തതിന് ഇത്ര ഇതുണ്ട്, പാർട്ടാക്കിയത്. അതൊന്ന് അത് വെച്ച് നോക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൽ. അതുപോലെ തന്നെ വിലാസിനി മാതാജി. വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. മൈക്ക് ഓണാക്കാൻ പാടില്ല. മൈക്ക് ഓണാക്കി പറഞ്ഞോളൂ. മാതാജിയുടെ മൈക്ക് ഓണാണ്, പറഞ്ഞോളൂ. എന്നുള്ളതാണ് ഭഗവാൻ നമ്മുടെ ജീവിതത്തില് അത് തീർച്ചയായിട്ടും നമ്മളത് അനുകരിച്ച് ആചരിച്ചു പോകുന്നതാണ്. വായിച്ച് മനസ്സിലാക്കിയ വെറും വായിച്ച് ധൃതരാഷ്ട്രയെ പോലെ അത് വായിച്ച് തള്ളിയിട്ട് കാര്യമില്ല. നമ്മള് നമ്മുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കണം ഭഗവത്ഗീത അല്ലേ? അതെ അതെ, പ്രാവർത്തികമാക്കണം. തീർച്ചയായിട്ടും ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ഇത് ആചരിക്കുക. ഇത് ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകത്തില്ല, പഴക്കം ചെല്ലത്തില്ല. ഭഗവത്ഗീത 5500 വർഷം മുൻപേ
ഉള്ള സംഭവമാണെങ്കിലും ഇപ്പോഴും ഇത് പുതുമയാണല്ലേ. നമുക്ക് ഒരു മാനവരാശിയിലുള്ള ഒരു വ്യക്തിക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ എന്താണ് നമ്മൾ പ്രവൃത്തി ചെയ്യേണ്ടത്, നമ്മളെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളുടെ കർമ്മവും അങ്ങനെയുള്ള എല്ലാ കാര്യത്തെപ്പറ്റി അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾക്കെല്ലാം പരിഹാരവും നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ആ ഒരു മൂല്യത്തിന് യാതൊരു തകരാറ് സംഭവിക്കരുത്. ഇത് പഴമയുള്ളതായിട്ട് പോകത്തില്ല. ഇത് എപ്പോഴും എവർ ഫ്രഷ് ആയിരിക്കും. അതെ അതെ, ഭഗവാന്റെ മുഖത്ത് നിന്ന് നമുക്ക് കിട്ടിയ ഉപദേശങ്ങളാണ്. അതാണ് പിന്നെ പറയാനുള്ളത്. പിന്നെ ഈ ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ ഈ യുദ്ധം നടക്കുന്ന സമയം അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്നാലും മറന്നു പോകുന്നുണ്ട്. അതാണ്. അപ്പം ഈ ധൃതരാഷ്ട്ര ഉവാച എന്നുള്ളതിൽ ധൃതരാഷ്ട്ര പറയുന്നത് മാമക എന്റെ മക്കളും, പക്ഷെ പാണ്ഡുവിന്റെ അനിയന്റെ മക്കളാണ് മറ്റ് പാണ്ഡവര്. അവര് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചെയ്ത ഒരു ഏറ്റവും വലിയ അപരാധം. അതാണ് ഈ യുദ്ധം തന്നെ. ശ്ലോകത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു, അതായത് പുത്രവാത്സല്യം, അദ്ദേഹത്തിന്റെ പുത്രന്മാരോടുള്ള ആ ഒരു വാത്സല്യവും ഒരു രാജാവ് എന്നുള്ള നിലയിൽ പ്രജകളോട് കാണിക്കേണ്ട ആ ഒരു ഇതുപോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല. പിന്നെയാണോ സ്വന്തം അനിയന്റെ മക്കളാണ്, അനിയൻ പോലും ഇല്ലാത്ത മരിച്ചു പോയൊരു അനിയനാകുമ്പം സ്വന്തം മക്കളെ പോലെ കാണേണ്ട അവർക്ക് ഒരു തുണ്ടി ഭൂമി പോലും കൊടുക്കാനായിട്ട് തയ്യാറാകാത്ത ഒരു രാജാവായിരുന്നു അല്ലേ. അതെ അതെ. അപ്പൊ ഇദ്ദേഹം നിരീക്ഷിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പൊ ഇദ്ദേഹത്തിന് പുത്രവാത്സല്യം കാരണം ഇദ്ദേഹം മനസ്സും അന്ധമായി പോയി. അപ്പൊ അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമുക്ക് എന്റെ എന്നുള്ള ആ ഒരു ഇതാണ് വന്നത്. ഭാവം രക്ഷിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്നത്. അതെ. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി. മാധവി രാധാ മാതാജി ഒക്കെ ഉറങ്ങേണ്ട സമയമായി കാണും, അതുകൊണ്ടായിരിക്കും കാണുന്നില്ല. അതുപോലെ തന്നെ ആരാണ് ഇനി ഉള്ളത്? ഉഷാമണി മാതാജി. ഉത്തമ ഭക്തി രോഹിണി ദേവിദാസി മാതാജി. ഒരിക്കലും വിചാരിച്ചില്ല ഭഗവത്ഗീത വീണ്ടും പഠിക്കാൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു. മാതാജി കേട്ടിരുന്നോ? ഇല്ല പ്രഭു, ഞാൻ കുറച്ച് കേട്ടതേ ഉള്ളൂ. ഒരു രാജാവിന്റെ സത്യസന്ധത, യജ്ഞം, പിന്നെന്താണ്, അയ്യോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്. ജോലി സ്ഥലത്താണോ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ജോലി സ്ഥലത്താ. അതെ അല്ലേ. അപ്പൊ എന്തായാലും മാതാജി കേൾക്കുന്നുണ്ടോന്ന് അറിയാനായിട്ട് ഞാൻ വിളിച്ചേ ഉള്ളൂ. ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ കേട്ടതാണ് ഒരു രാജാവിന്റെ സത്യസന്ധത, യജ്ഞം, പിന്നെ ബ്രഹ്മചര്യം, 8 കാര്യങ്ങൾ, ദാനം, പിന്നെ ഓർമ്മയില്ല പ്രഭു. സാറിൽ മാതാജിക്ക് നോട്ട് എഴുതാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. എല്ലാരും നോട്ട് എഴുതിയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്തത് ഇനി സൂര്യ മാതാജി. ഹരേ കൃഷ്ണ. പ്രഭു, എനിക്കൊരു സംശയമുണ്ട്. അർജുനൻ അറിയാമായിരുന്നോ ശ്രീകൃഷ്ണൻ ഈശ്വരനാണെന്ന്? എന്താ ഒന്നുകൂടെ എന്ന് പറയൂ. പാണ്ഡവർക്ക് അറിയാമായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈശ്വരനാണെന്ന് അവർക്ക് അറിയാമായിരുന്നു, പഞ്ചപാണ്ഡവർക്കും കൗരവർക്കും. എനിക്ക് മാതാജിയുടെ സൗണ്ട് അത്ര വ്യക്തമാകുന്നില്ല. മാതാജി എക്സിറ്റ് ആയെന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും റിയലൈസേഷൻ പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ന് ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിനാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.